السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അൻആം 139. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا ما في بطون هذه الأنعام خالصة لذكورنا ومحرم على أزواجنا وإن يكن ميتة فهم فيه شركاء سيجزيهم وصفهم إنه حكيم عليم. قد خسر الذين قتلوا أولادهم سفها بغير علم وحرموا ما رزقهم الله افتراء على الله. قد ضلوا وما كانوا مهتدين. وهو الذي أنشأ جنات معروشات وغير معروشات والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه. كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇഅ്തികാഫിന് നിയ്യത്തിലായി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ ഹിദായത്തിലായി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഒരു കുട്ടിയുടെ അസുഖം ഭേദമാകാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആന്റെ ഹഖ് കൊണ്ട് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 138-ാമത്തെ, അതായത് നമ്മൾ ഓതി വെച്ചതിന്റെ തൊട്ടു മുകളിലുള്ള ആയത്തില് മക്ക മുശ്രിക്കുകളുടെ ഒരു തെറ്റായ നിലപാടിനെ പറ്റി പറഞ്ഞു. അവർ ചില പഴങ്ങള്, പച്ചക്കറികള്, ധാന്യങ്ങള്, അതുപോലെ നാൽക്കാലി മൃഗങ്ങള്, ഒട്ടകങ്ങളും ഒക്കെ അടക്കം തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ചിലത് അള്ളാഹുവിനാണെന്ന് പറയും, ചിലത് വിഗ്രഹങ്ങൾക്കാണെന്ന് പറയും. അള്ളാഹുവിനാണെന്ന് പറഞ്ഞതിൽ നിന്ന് അവരങ്ങനെ ചെലവാക്കുക, അതിഥികളൊക്കെ വന്നാൽ ഓൽക്ക് തിന്നാനൊക്കെ അതിന് കൊടുക്കും.
വിഗ്രഹങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചത് അതാർക്കും കൊടുക്കൂല. അത് ആ വിഗ്രഹങ്ങളെ പരിചരിക്കാനും അതിന്റെ കാര്യങ്ങളും ചെയ്യുന്ന പൂജാരിമാർക്ക് മാത്രം കൊടുക്കും. ഇതായിരുന്നു ഓല നിലപാട്. അത് നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു സംവിധാനം പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇനി അതിന്റെ ഒരു ബാക്കിയാണെന്ന് 139 പറയുന്നത് വേറൊരു നിലപാട്. അർത്ഥം വെച്ചോ നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما في بطون هذه الأنعام خالصة لذكورنا. وقالوا അവർ പറയും മാ ഫീ ബുതൂനി ഹാദിഹിൽ അൻആം, ഈ വിഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടി നീക്കി വെച്ച ഈ നാൽക്കാലികൾ മൃഗങ്ങളുണ്ടല്ലോ, അവകളുടെ വയറ്റിലുള്ളത്, അതായത് ഗർഭിണികളായ ഒട്ടകങ്ങളും മാടുവർഗത്തിൽപ്പെട്ടതൊക്കെ ആണെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനെ പറ്റി അവർ പറയും ഖാലിസത്തുൽ ലിദുകൂരിനാ, അത് ഞങ്ങൾ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറയും. വമുഹറമുൻ അലാ അസ്വാജിനാ, അത് ഭാര്യമാരുടെ മേലിൽ നിഷിദ്ധമാണ് എന്ന് പറയും. ഇവര് പറയാണ് വിഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മൃഗങ്ങള് അത് ഗർഭമുള്ള മൃഗങ്ങളാണെങ്കിൽ അതിന്റെ വയറ്റിന്റെ അകത്തുള്ള ആ കുട്ടി ഇവര് ആണുങ്ങൾക്ക് അത് തിന്നാനും മറ്റൊക്കെ പറ്റും, പെണ്ണുങ്ങൾക്ക് അത് പറ്റൂല എന്ന് അവര് പറയും. നേരെ മറിച്ചോ വഇയ്യകും മൈതതൻ ഫഹും ഫീഹി ശുറകാ, നേരെ മറിച്ച് ആ ഗർഭസ്ഥ ശിശു ഈ നാക്കാലി മൃഗം അത് ചത്തുപോയാൽ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്കിടയിൽ തുല്യമായിട്ട് വിഹിതിക്കും. അത് കുഴപ്പമില്ല. ജീവൻ ഉണ്ടെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം, ജീവൻ ഇല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും കൂടി. ഓരോരോ വിരാന്ത് അതിനൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഒരു കണക്കാണ് ഓൽക്ക്. എന്താ ഇതിന് അടിസ്ഥാനം എന്താ വെച്ചാൽ ഒരടിസ്ഥാനവും ഇല്ല ഓൽക്ക്. അങ്ങനെയൊക്കെ ഒരു തീരുമാനം അങ്ങനെ അവർ പറഞ്ഞിരുന്നു. സയജ്സീഹിം വസ്ഫഹും, ഇവര് ഇങ്ങനെ ഈ വിശേഷണങ്ങളൊക്കെ നടത്തിയല്ലോ. ജീവനുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം, ഞങ്ങൾക്ക് ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്കില്ല, ഭാര്യമാർക്കൊന്നും അതിന് എടുക്കാൻ പറ്റൂല, ജീവൻ ഇല്ലെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ട് എടുക്കാം. ഇതിനൊക്കെ അല്ലാഹു തആല വഴിയെ അവർക്ക് പ്രതിഫലം നൽകും. ഇന്നഹു ഹകീമുൻ അലീം, തീർച്ചയായിട്ടും അല്ലാഹു തആല ഹക്കീമാണ്, അവൻ യുക്തിമാനാണ്. അതോടുകൂടെ അലീമുൻ, അവന് എല്ലാം അറിയുന്നവനുമാണ്, അവൻ അറിവാളനാണ്, അവൻ യുക്തിമാനാണ് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല് ഈ ആണ് പെണ്ണ് ഇതിന്റെ ഇടയിൽ വേണ്ടാത്ത ചില വ്യത്യാസങ്ങളൊക്കെ കാണിച്ചത് പുറത്തുള്ളവരാണ്, നമ്മളല്ല. ആ കാലഘട്ടത്തിലെ ബഹുദൈവ വിശ്വാസികളാണ് ഇങ്ങനെ ഈ പറയുന്നത്. അങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇന്നാളെ വിശദീകരിച്ചതാണ്. പെണ്ണുങ്ങൾക്ക് അനന്തര സ്വത്തിന് വരെ ബഹുദൈവ വിശ്വാസികൾ അവസരം കൊടുത്തിരുന്നില്ല. ഇത് സ്വത്തില് വകുപ്പില്ല എന്നാ പറഞ്ഞിരുന്നത്. സ്ത്രീ വിഭാഗത്തിന് തന്നെ ഓരോ സ്ഥാനം കൊടുക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതാകെ മാറ്റിമറിച്ചത്. സ്ത്രീക്ക് വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദുനിയാ മതാഅ്, ദുനിയാവ് എന്ന് പറയുന്നത് ഒരുപാട് വിഭവങ്ങളാണ്. വഖൈറു മതാഇഹ, ആ ദുനിയാവിലെ ഏറ്റവും ഉത്തമമായ വിഭവം അൽ മറഅത്തു സാലിഹ, സദ്വൃത്തയായ പതിവൃതയായ നല്ലൊരു പെണ്ണാണ് എന്ന് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്, അതിൽ ഏറ്റവും നല്ല വിഭവം നല്ലൊരു പെണ്ണ് എന്ന് അള്ളാന്റെ തിരുദൂതർ പഠിപ്പിക്കുക വഴി ഉന്നതമായ സ്ഥാനം കൊടുത്തു. അവർക്ക് അനന്തരാവകാശത്തിന് അത് കൊടുത്തു, അവർക്ക് വലിയ സ്ഥാനം കൊടുത്തു. പെണ്ണ് വീട്ടിന്റെ റാണിയാണെന്ന് പഠിപ്പിച്ചു, അത് വലിയ ഉത്തരവാദിത്തമാണെന്ന് പഠിപ്പിച്ചു. അവർക്ക് ഒരുപാട് അവകാശമുണ്ടെന്ന് പഠിപ്പിച്ചു. മിക്കപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകല് ഭർത്താക്കന്മാരിൽ നിന്നാണ്, അവഗണന വരല്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആണുങ്ങൾ
ഏറ്റവും ഖൈറായ സ്വഭാവത്തിന്റെ ഉടമകൾ ആരാന്ന് ചോദിച്ചാൽ അത് സ്വന്തം ഭാര്യമാർക്ക് ഖൈറായവർ. അവരെ പറ്റിയേ അവർ മറ്റുള്ളവർക്കും ഖൈറാണെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സ്വർഗത്തെ പറ്റി അള്ളങ്ങനെ വിശദീകരിച്ചപ്പോഴേ സഹാബിമാർ ചോദിച്ചു, എന്താ പൈന് വേണ്ടത് സ്വർഗത്ത് കിടക്കാൻ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അപ്പൊ നബി പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി. ഒന്ന് തഖ്വ, മറ്റൊന്ന് ഹുസ്നുൽ ഖുൽഖ്. നല്ല വിശുദ്ധി ഉണ്ടാകട്ടെ, അതോടുകൂടെ തന്നെ സൽസ്വഭാവം ഉണ്ടാകട്ടെ. ആ രണ്ട് പ്രധാന കാര്യങ്ങളെന്നാണ്. ഒന്ന് വിശുദ്ധി, ഒന്ന് സൽസ്വഭാവം. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറ്റി നല്ലൊരു സ്വഭാവമാണെന്ന് പറഞ്ഞാൽ അതിന് പറയണമെങ്കിൽ എന്തൊക്കെ വേണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അത് കുട്ടികളോട് ദയ കാണിക്കണം, മുതിർന്നവരോട് ആദരവ് കാണിക്കണം. അങ്ങനെ ഒരുപാട് വശങ്ങൾ അതിനുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ ചായയൊക്കെ കുടിക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് എൻ്റെ ഭാര്യൻ്റെ ഒരു വോയിസ് വന്നു. അപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് കേട്ടോ. അപ്പോൾ ഇത് പറയേണ്ടതെന്താ വെച്ചാൽ, എൻ്റെ വീട്ടിൽ എൻ്റെ അഞ്ചന്മാരെയും ചേച്ചന്മാരും എല്ലാവരും മക്കളൊരു കുറ്റിപ്പര ഉണ്ടാക്കിയിരുന്നു അവിടെ കളിച്ചാണ്. പണ്ടൊക്കെ ഒരു കുറ്റിപ്പര. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു, ഓല് നിങ്ങളെ കാത്തുക്കാണ് ഉദ്ഘാടനം ചെയ്യാൻ, കുറ്റിപ്പര ഉണ്ടായിട്ട് ഉദ്ഘാടനത്തിന് നിങ്ങളെ കാത്തുക്കാണ്, നിങ്ങൾ വേഗം വരിയിട്ട് പറഞ്ഞുകൊണ്ടാണ് വോയിസ്. എന്നിട്ട് ഓൾ എനിക്കൊരു ഫോട്ടോ മുട്ടുന്നു എൻ്റെ ഭാര്യ. അപ്പം എന്താ വെച്ചാൽ മക്കളെല്ലാവരും കൂടി ഒരു പോസ്റ്റർ എഴുതിക്കണം. ഒരു പോസ്റ്റർ പോലെ നല്ല കളറൊക്കെ കൊടുത്ത് എഴുതി ഉണ്ടാക്കിയത്. അപ്പം അതിൽ എഴുതിക്കേണ്ടത് തന്നെ കുട്ടിപ്പട്ടാളം ഹൗസ് ഉദ്ഘാടനം ബഹു 2 പുള്ളിയിട്ടിട്ട് മൂത്താപ്പ. ഞാനാണ്, എൻ്റെ കുട്ടിയാണ് എഴുതിയിട്ടുണ്ട്. അവന് കുറച്ച് കലയാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 12 മണിക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ഉഷാറാക്കിയിട്ട് പോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ പറയേണ്ടത് എന്താ വെച്ചാൽ അത് ആവശ്യമാണ് ഞാൻ പറയേണ്ടത്. ഈ സ്നേഹവും ഇതൊക്കെ നിലനിർത്താനേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പെരടിയിൽ കയറിയ കുട്ടികൾ എന്നാണ്. ഹസൻ റളിയല്ലാഹു അൻഹു വലത്തെ കാലും വെച്ചിട്ട് നബി ഇങ്ങനെ ആട്ടുമ്പോൾ തൻ്റെ ദത്തുപുത്രനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി ഒന്നുമല്ല, ഭയങ്കര വ്യത്യാസമുണ്ടോ അല്ലേ. ഹസൻ റളിയല്ലാഹു അൻഹു ഭയങ്കര ചൊറുക്കുള്ള കുട്ടിയായിരുന്നു, ഉസാമ റളിയല്ലാഹു അൻഹു തീരെ ചൊറുക്കില്ലാത്ത കുട്ടിയായിരുന്നു. പക്ഷെ രണ്ടാളെയും ഓരോ കാലും വെച്ച് കളിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വരാറുണ്ട്. ഞങ്ങൾ പോയി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എല്ലാം റെഡിയാണ്. തക്കാളിപ്പട്ടിക്ക് ഗോദ്രേജിൻ്റെ പൂട്ടുകാരനാർക്ക് ഈ കുറ്റിപ്പരനുള്ളൊരു റിബണൊക്കെ കെട്ടിയിട്ട് ഒരു നല്ലൊരു പാത്രത്തിൽ കുറേ മുട്ടായിയൊക്കെ വെച്ചിട്ട് കത്രികയൊക്കെ വെച്ചിട്ട് കാത്തിക്കാൻ തന്നെ. നമ്മളിപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കേണ്ട ആളെ വലിയ ദമ്മിലൊന്നും നിന്നില്ല. അതിന് കൂടി കൊടുത്തു. ഒന്നില്ല വിസ്മിയല്ലേ കണ്ട മുറിച്ച് കൊടുത്തുകാണ്ട് ഓലക്കതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തി മൗലൂദ് ഓതണ്ടിയിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ സ്വലാത്തില്ല മതിയാണ് 10 സ്വലാത്തൊക്കെ ചെല്ല്. ഓൽക്ക് ഭയങ്കര ആഴത്തായി. അതിൻ്റെ ഒരു സന്തോഷം എത്ര കാര്യങ്ങൾ. പക്ഷെ ഞാൻ അഞ്ചന്മാരോട് പറഞ്ഞു, ഓലെ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾ പുറത്തു വിടല്ലേ പറഞ്ഞു. ചിലപ്പോൾ വേറെ നിലക്കൊക്കെ വീരാന്തായെന്ന് കണ്ടു. നമ്മൾ കുട്ടികൾ അങ്ങനെയുള്ളോ ഓലെ നമ്മൾ. പക്ഷെ കാര്യം മുട്ടാണ്ടാകരുത്. ഓൽക്കൊരു വില ഉണ്ടാവും. എങ്ങനെ ഓല് പറയണ്ടേ നമ്മൾ കേട്ടിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ പറയേണ്ട ഓലും കൂടി കേൾക്കണമല്ലോ. അതിക്ക് വരുത്തി തീർക്കണം. ഞാൻ പറഞ്ഞത് സൽസ്വഭാവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹുസ്നുൽ ഖുൽഖ്. ഞാൻ പെണ്ണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണുങ്ങളോട് പ്രത്യേകം പറയാണ്, നിങ്ങൾ സൽസ്വഭാവികളാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾ പറയണമെന്നാണ്. ഭാര്യമാർ പറയണം, എൻ്റെ ഭർത്താവ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഭീഷണിപ്പെടുത്തി പറയിച്ച അവർ ആത്മാർത്ഥമായിട്ടുള്ളവരുടെ ഉള്ളിൽ നിന്നിട്ട് വരണം. ഇസ്ലാമിലേ ഉള്ളൂ സഹോദര ഇതൊക്കെ. ഇത്ര മനോഹരമായ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിലാണ്. ഇവിടെ നോക്കുങ്ങൾ ബഹുദൈവ വിശ്വാസികൾ അതിൽ പോലും ഒരു വിവേചനം കാണിച്ചു. പെണ്ണുങ്ങൾക്കില്ല, ഗർഭത്തിൽ അതൊക്കെ ഞങ്ങൾ ആണുങ്ങൾക്കാണ്. ചട്ട ഒലുക്കുണ്ട് എന്നുള്ള രൂപത്തിൽ ഒരു വിവേചനം കാണിച്ചു. അപ്പോൾ നോക്കുങ്ങൾ പിന്നെ ഈ മാമോദീസ മുക്കലൊക്കെ ഉണ്ടല്ലോ, ഓലെ വിശ്വാസം അനുസരിച്ച് ഹവ്വാ ബീവിയാണ് ആ പഴം ആദമിനോട് തിന്നാൻ പ്രേരിപ്പിച്ചത്. പെണ്ണിനാണ് ആ പാപത്തിന്റെ ഭാരം എന്നുള്ളത് ഖുർആൻ പറഞ്ഞതോ. ഓലെ രണ്ടാളെയും പിശാച് എന്ത് ചെയ്തു? രണ്ടാളും കൂടിയാ കൊടുക്കുന്നത്. ഫസല്ലഹുമ ശൈത്താൻ, ശൈത്താൻ രണ്ടാളെയും പ്രേരിപ്പിച്ചു എന്നാണ്. അല്ലാതെ അത് പെണ്ണിനെ നേരെ വെച്ച് കെട്ടല്ല ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ നിലയ്ക്ക് ചില പരിമിതികൾ അതുണ്ടാവും, അത് സ്വാഭാവികമല്ലോ. ഏത് കാര്യത്തിൽ ഇപ്പം നമ്മളെ ഓപ്പറേഷൻ സിന്ദൂർ അത് പ്രഖ്യാപിച്ചപ്പോൾ ഭയങ്കര ചർച്ചയാകാൻ കാരണം എന്താ? അത് സോഫിയ ഖുറേഷി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഒരു പെണ്ണാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. എന്താ അങ്ങനെ ചർച്ച വരാൻ തന്നെ കാരണം?
അവരെ പെണ്ണുങ്ങളെ പോലല്ല ആണുങ്ങൾ, വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ആണുങ്ങളാണ് ആർമിയിലൊക്കെ കൂടുതൽ ഉണ്ടാകുക. എന്നാൽ പെണ്ണുങ്ങളുണ്ട് ആ സാന്നിധ്യം അറിയിക്കാനാണ്. അതാണ് വലിയ വലിയ സംഘടനകളൊക്കെ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുമ്പോൾ ഇടക്കോരോ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അത് വലിയ ചർച്ച ഉണ്ടാകുകൊണ്ടാണല്ലോ. അത്ര നമ്മളും പറയുന്നുള്ളൂ. വ്യത്യാസങ്ങളുണ്ട്, എല്ലാവർക്കും എല്ലാത്തിലും ഇടപെടാൻ കഴിയൂല. കഴിയാത്ത മേഖലയും കഴിയുന്ന മേഖലയും രണ്ട് കൂട്ടർക്കും പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. അത്ര നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒന്നും അറിയാത്ത ഈ ബഹുദൈവ വിശ്വാസികൾ പൊട്ടത്തരം കാണിക്കുമ്പോൾ അതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മളെ അഡ്രസ്സിലല്ല, അഡ്രസ്സില്ല. ചിലർ പറയണ്ട ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇങ്ങനെ ഇല്ലേനോ. ഇസ്ലാമിന്റെ ആദ്യകാലത്തല്ലത്. ഈ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ചെയ്തവർ മുസ്ലിമീങ്ങളല്ല. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയേണ്ട നബിയെ, അങ്ങയെപ്പറ്റി ഈ വേദക്കാർക്കൊക്കെ അവരെ സ്വന്തം മക്കളെ അവരെത്ര അറിയുന്നുണ്ട്, അതിനേക്കാൾ അങ്ങയെ താങ്കൾക്ക് അവരറിയാന്ന് പറയുന്നത്. അവർക്കറിയാം. അത്രക്കും വേദത്തിൽ അങ്ങയെപ്പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഒരു കാര്യലാഭത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അത് പിന്നെ പറയാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറേ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ പറയുന്നുണ്ട്. സത്യം ബോധ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നതും മറ്റുമൊക്കെ അവിടെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല വിശദമായിട്ട് പറയുന്നുണ്ട്. ഓരോ ആയത്തിലും ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ഇപ്പൊ നമ്മൾ എല്ലാത്തിനൊന്നും ഇപ്പൊ നമുക്ക് മറുപടി കൊടുക്കേണ്ടത് ആവശ്യം ഉണ്ടാവില്ല. എന്തായിരുന്നാലും ഇവര് പിന്നെ നോക്കൂ, നിങ്ങൾ ഇവരിലുള്ള ആ വിവേചനത്തിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ ഇവര് പറയാണ്, ഈ അൻആമുകൾ, വിഗ്രഹങ്ങൾക്ക് നീക്കി വച്ച ഈ അൻആമുകൾ, അത് അതിന്റെ വയറ്റിലുള്ളത് ഞങ്ങൾ ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്കില്ല, ഭാര്യമാർക്കൊന്നുമില്ല, ചാത്താല് നമുക്കെല്ലാവർക്കും കൂടിയാണ്. അള്ളാഹു പറയാണ്, അവരുടെ ഇത്തരം വിശേഷണങ്ങളുണ്ടല്ലോ, ഇവരുടെ ഈ വിശദീകരണങ്ങൾ, അതിനൊക്കെ വഴിയെ അവർക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. ഇന്നഹു ഹകീമുൻ അലീം, തീർച്ചയായിട്ടും അല്ലാഹു തആല യുക്തിമാനാകുന്നു, എല്ലാം അറിയുന്നവനാകുന്നു. അല്ലാഹു യുക്തിമാനാണ്. അല്ലാഹു തആല യുക്തിമാനാണ്. അതോടുകൂടെ അവൻ എല്ലാ കാര്യങ്ങളെ പറ്റിയും ജ്ഞാനിയാണ്. ഇനി അടുത്ത ആയത്ത്, ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും, സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞവർ നിശ്ചയമായും പരാജയപ്പെട്ടിരിക്കുന്നു. സഫഹം ബിഗൈരി ഇൽം, ഒരറിവുമില്ലാതെ മൗഢ്യം കാരണം സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞ ആളുകൾ അവർ പരാജിതരാണ്. വഹറമൂ മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ്, അള്ളാഹുവിന്റെ മേലിൽ വ്യാജം പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അവർക്ക് ആഹാരമായിട്ട് നൽകിയതിനെ നിഷിദ്ധമാക്കിയവരും അവരും പരാജയപ്പെട്ടവരാണ്. ഖദ് വല്ലൂ, തീർച്ചയായിട്ടും അവർ പിഴച്ചിരിക്കുന്നു. വമാ കാനൂ മുഹ്തദീൻ, അവർ നേർമാർഗം പ്രാപിക്കുന്നവരെയല്ല. ഈ ആയത്തിൽ പറയുന്നുണ്ടറിയോ, ഒന്ന്, യാതൊരു അറിവുമില്ലാതെ വലിയൊരു വിഡ്ഢിത്തരം സ്വന്തം മക്കളെ കൊന്നു കളഞ്ഞവർ ഒരു തൗബ ചെയ്ത് മടങ്ങാത്ത കാലത്തോളം ഒരു പരാജിതരാണ്. അള്ളാഹു അനുവദിച്ച ആഹാരം അത് നിഷിദ്ധമാക്കിയവര്, അത് വിഗ്രഹങ്ങൾക്കാണ്, അത് തിന്നാൻ പാടില്ല, അത് തൊടാൻ പാടില്ല, അവരും പരാജിതരാണ്. അവര് പിഴച്ചവരാണ്. മാത്രല്ല ഓല് അള്ളാന്റെ മേൽ വ്യാജം പറഞ്ഞു. അതായത് ഓല് പറഞ്ഞെന്താ പറയാ, അള്ള ഞങ്ങളോട് പറഞ്ഞതാണെന്ന് വരെയും മുസ്ലിങ്ങൾ പറഞ്ഞു. ആ ഒട്ടകം തിന്നാൻ പാടില്ല, അത് വിഗ്രഹത്തിനുള്ളതാണെന്ന് അള്ള ഞങ്ങളോട് പറഞ്ഞതാണെന്ന് വരെ. അതാണ് ഇഫ്തിറാഅൻ അലല്ലാഹ് എന്ന് പറഞ്ഞത്. അള്ളാന്റെ മേലിൽ വ്യാജം കെട്ടിച്ചമച്ചു പറഞ്ഞു. അവരെ പറ്റി അള്ള പറയാം, ഓല് സ്വയം പിഴച്ചവരാണ്. അതോടുകൂടെ ഓല് നേർമാർഗം പ്രാപിക്കൂല. അങ്ങനത്തെ ഒരു വിഭാഗമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ ഒരിക്കൽ ഒരു സ്വഹാബി രണ്ട് കൈയും താടിക്ക് കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. നോക്കൂ, ഈ ഒരു സംഭവം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ അൻആം സൂറത്തിലെ ഇന്നത്തെ നമ്മൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. നബിതങ്ങൾ പറയാം, അതായത് അസ്ഹാബുമാരിൽ നിന്ന് മൂപ്പര് അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. മൂപ്പര് ആരോടൊന്നും മിണ്ടണില്ല, എന്തോ അദ്ദേഹത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് തോന്നി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ലക തകൂനു മഹ്സൂനൻ, എന്ത് പറ്റി നിങ്ങൾക്ക്? ആള് വല്ലാതെ ദുഃഖിതനാണല്ലോ, നിങ്ങൾക്ക് എന്തോ വലിയൊരു ടെൻഷൻ ഉണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ,
ഇന്നി ഖദ് അദ്നബ്തു ഫിൽ ജാഹിലിയത്തി ദംബൻ ഫഅഖാഫു അല്ലാ യുഗ്ഫറ ലി. നബിയെ, ജാഹിലിയത്തിൽ, അതായത് ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരു വൻ പാപം ചെയ്തു പോയി. ഞാൻ പേടിക്കുന്നു അത് പൊറുക്കപ്പെടൂല, അള്ളാഹ് എനിക്ക് പുറത്തരൂല എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതാണ് എൻ്റെ ദുഃഖം, അതാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അഖ്ബിർനി അൻ ദംബിക്, എന്താണ് താങ്കൾ ചെയ്തു പോയ തെറ്റ് എന്നൊന്ന് പറയൂ. സാധാരണ നബി അങ്ങനെ ചോദിക്കലില്ല, അതാറില്ല, തോബ ചെയ്താൽ മതി, അറിയില്ല. കാരണം നമുക്ക് ഈ കുമ്പസാറില്ല, ഇതെന്താ ചെയ്തതെന്നാ പറയാം. അതിൽ ഒരു അത് ചിലർക്കൊരു ആനന്ദകരമായി കേൾക്കാൻ, അത് ചിലപ്പോൾ വലിയ പ്രശ്നത്തിന് കാരണം. എന്നാൽ നമ്മളതിൽ അങ്ങനല്ല. പക്ഷെ ഇവിടെ ഇതിൽ വലിയൊരു ഹിക്മത്ത് ഉണ്ടായതുകൊണ്ടേക്കാരം അള്ളാഹു നബിയെ കൊണ്ട് ചോദിപ്പിക്കാനുള്ളത്. നബി തങ്ങൾ ചോദിക്കാണ്, അഖ്ബിർനി അൻ ദംബിക്, നിങ്ങൾ ചെയ്ത തെറ്റൊന്ന് പറയുക. അപ്പൊ അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു മിനല്ലദീന യഖ്തുലൂന ബനാതഹും. നബിയെ, ഞാൻ ഈ പെൺകുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞ കൊല്ലുന്നൊരു കൂട്ടരുണ്ടായിരുന്നല്ലോ ജാഹിലിയത്തിൽ, പട്ടിണി പേടിച്ചിട്ട്. ഞാൻ ആ കൂട്ടത്തിലെ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊരു പെൺകുട്ടി ജനിച്ചു. അദ്ദേഹം നബി തങ്ങളോട് പറയാണ്, എനിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. ഫശഫഅത് ഇലയ്യ ഇംറഅതി അൻ അതുറകഹ, അതിനെ കൊല്ലാതെ വിടണം എന്ന് എൻ്റെ ഭാര്യ എന്നോട് ശുപാർശ ചെയ്തു. കാരണം പെൺകുട്ടികളെ ജനിച്ചാല്, അതായത് കുടീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് പ്രസവം കഴിഞ്ഞാൽ പെൺകുട്ടിയാണെങ്കിൽ നേരെ നിർദ്ദയം ജീവനോട് ആ കുഴിക്ക് തട്ടിയിട്ട് മണ്ണിട്ട് കണ്ട് രണ്ടാൾ മണി പോരാ. ചിലയിടത്ത് പെണ്ണുങ്ങൾ സമ്മതിക്കൂല. അപ്പൊ ഈ സ്വഹാബി വളരെ ദുഃഖിതനാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ ചോദിക്കേണ്ടത്, എന്താ നിങ്ങൾ ഇത്ര, നിങ്ങൾക്ക് മഹ്സൂനാകാൻ കാരണം എന്തത്ര ദുഃഖം? അപ്പൊ അദ്ദേഹം പറയാൻ, ഞാനിങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടായി, ഞാൻ കുട്ടികളെ കൊന്ന കൂട്ടത്തിലാണ്. അതിന്റെ കാരണം പറയാണ്, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായി, എൻ്റെ ഭാര്യ എന്നോട് ശുപാർശ ചെയ്തു, നിങ്ങൾ കൊല്ലരുത് കേട്ടോ, ഒഴിവാക്കണം കുട്ടിനെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒഴിവാക്കി. ഇയാൾ പറയാണ്, ഹത്താ കബറത്, കുട്ടി വലുതായി. ഫസ്വാറത് മിൻ അജ്മലിൻ നിസായി, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു എൻ്റെ കുട്ടി. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്, ഈ ഹദീസിൽ കാണാം, അന്ന് വിവാഹത്തിന് വയസ്സിന്റെ കാലമില്ലാത്തതുകൊണ്ട് പക്വത എത്തിയതുകൊണ്ട് ഈ കുട്ടിനെ വിവാഹം ചിലർ ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനത്തെ ഒരു പ്രായത്തിയ കുട്ടി. അങ്ങനെ ഇയാളെ മനസ്സിലെന്താ പറയുക, അപ്പോഴും ഈ പെൺകുട്ടി ജനിച്ചതൊരു അപമാനം മനസ്സിൽ കരുതുന്ന ആളാണ്. ഇതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച വെച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങൾ നേരത്തെ പറഞ്ഞാണ്, വാക്ക് വാങ്ങിയതാണ് കൊല്ലൂല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു പറയും. പിന്നെ പെണ്ണുങ്ങൾ വിഷയം വിട്ടു, കാരണം കുട്ടി വലുതായില്ലേ, ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി. എന്നിട്ട് അദ്ദേഹം പിന്നെ നബിയോട് കരഞ്ഞുകൊണ്ട് പറയാണ്, നബിയെ, ഞാൻ പിന്നെ കുട്ടിനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചു. എൻ്റെ അടുത്ത് അങ്ങനെ പറ്റി, അത് ജാഹിലിയത്തിലല്ലേ. ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ഇന്നി ഉരീദു അൻ അദ്ഹബ ഇലാ ഖബീലത്തി ഖദാ ഫീ സിയാറത്തി അഖ്രിബായി, ഇന്നാലിന്ന കബീലയിലേക്ക് ഞാനൊന്ന് പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ എൻ്റെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്ദർശിക്കണം, ഞാൻ ഓളയും കൊണ്ട് പോവാണ്. കുട്ടിൻ്റെ അമ്മ ഒട്ടും സംശയിച്ചില്ല. ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചിലരിലേക്കല്ലേ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെയും കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോൾ ഉമ്മ കുട്ടിക്ക് നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഇയാളുടെ കൂടെ പറഞ്ഞയച്ചു. അയാൾ പറയാണ്, നബിയെ, ഞാൻ അങ്ങനെ ആ പേരും പറഞ്ഞ്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്ഷണോ കുടുംബ സന്ദർശന ഉദ്ദേശമില്ലായിരുന്നു, കുട്ടിനെ കൊല്ലലാണ് ഉദ്ദേശം. ആ പേര് പറഞ്ഞ് കുട്ടിനെ ഇറക്കി കൊണ്ടുപോയി ഒരു കിണർ പറഞ്ഞു. ഹദീസിൽ കാണാൻ ഒരു കിണർ, ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തുള്ളൊരു കിണർ. ആ കിണറിന്റെ അരികെ കൊണ്ടുപോയിട്ട്, കുട്ടി കുറച്ച് വലിയ കുട്ടിയാണല്ലോ, കുട്ടിനെ ഇയാൾ പറഞ്ഞു, ഞാൻ കുട്ടിനെ തള്ളി. കുട്ടിയൊന്ന് ബലം പിടിച്ചു. കുട്ടി ചോദിച്ചു, യാ അബീ അയ്യു ഷൈഇൻ തുരീദു അൻ തഫഅല ബി, നിങ്ങൾ എന്താ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താ നിങ്ങൾ ഈ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറയണം, അപ്പ നബി, എനിക്ക് ചെറിയൊരു കരുണ തോന്നി, ഒന്നിന് ബാക്ക്. പിന്നെ ഇയാൾ പറയാണ്, എനിക്ക് തോന്നി, കൊല്ലണം തന്നെ തോന്നി. ഞാൻ രണ്ടാമത് വീണ്ടും അവളെ അതിലേക്ക് വലിച്ചഴച്ചു. അപ്പം എൻ്റെ കുട്ടി വീണ്ടും പറഞ്ഞു, യാ അബി ലാ തുളിയ അമാനത്ത ഉമ്മി, എൻ്റെ ഉമ്മയോട് നിങ്ങൾ ചെയ്ത അമാനത്ത് അത് പാഴാക്കരുത് കേട്ടോ. വിശ്വസിച്ച് ഏൽപ്പിച്ചല്ല നിങ്ങളെ ഇന്നൊന്നും ചെയ്യൂല നിങ്ങൾ പറഞ്ഞല്ലേ, എന്നിട്ടും ഇങ്ങനെ ചെയ്യാണോ?
അപ്പോൾ മൂപ്പര് പറഞ്ഞു, നബിയോട് പറഞ്ഞു, നബി അപ്പോൾ എനിക്ക് ചെറിയൊരു ദയ തോന്നി, ഞാൻ പിന്മാറി. മൂന്നാമത് വീണ്ടും ഞാൻ കുട്ടിയെ ഇബ്ലീസ് ശൈത്താന് വല്ലാതെ തന്നെ ഇളക്കി വിട്ടു. മൂപ്പര് പറയണം, ഇനി വിടണ്ട, ഇനി വല്ലാതെ വിടണ്ട. അങ്ങനെ ഞാൻ കുട്ടിയെ കിണറിലേക്ക് തള്ളി. കിണറ്റിൽ വെച്ചിട്ട് എൻ്റെ കുട്ടി വിളിച്ചു പറഞ്ഞു, യാ അബീ ഖതൽതനി, നിങ്ങൾ എന്നെ കൊല്ലുന്നതാണല്ലേ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നബിയോട് പറയാണ്, ഫമക്കസ്തു ഹുനാക ഹത്തൻഖതഅ സൗതുഹാ ഫറജഅത്. അങ്ങനെ അവള് മരണത്തിന് ആണ് കീഴടങ്ങി. അതായത് അവളെ സംസാരമൊക്കെ പറ്റ മുറിഞ്ഞു പോകുന്നത് വരെ ഞാൻ ആ കിണറിന്റെ പരിസരത്ത് നിന്നു. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ മടങ്ങിപ്പോയി. ഇങ്ങനെ ഒരു സംഗതി എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട്. മൂപ്പര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊക്കെ പൊറുക്കപ്പെട്ടതാണ് ജാഹിലിയത്തിൽ ചെയ്ത്. പക്ഷേ ഇത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ ഹദീസിൽ കാണാം, ഫബക്ക റസൂലുള്ളാഹ്, അപ്പോൾ റസൂൽ കരഞ്ഞുപോയി. ഫഖാല, എന്നിട്ട് റസൂൽ പറയാണ്, ലൗ അമർതു അൻ ഉആഖിബ അഹദൻ ബിമാ ഫഅല ഫിൽ ജാഹിലിയ്യത്തി ലഅഖബതുക. ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത തെറ്റിന്റെ മേലിൽ ഒരാളെ ശിക്ഷിക്കാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ താങ്കളെ ഞാൻ വെറുതെ വിടൂലായിരുന്നു. അതിന് അവകാശമല്ല. ജാഹിലിയത്തിലൊരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിലേക്ക് വിരലോട് കൂടെ അള്ളാഹ് പുറത്തെടുക്കുന്നതാണ്. അതിനെങ്ങാനും ശിക്ഷിക്കാൻ വലിയ വക ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഓർഡർ കൊടുക്കും, കൽപ്പിക്കുമായിരുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ചെയ്തത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, പിന്നെ സമാധാനിപ്പിച്ചു. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ആ കഴിഞ്ഞു പോയത്തെ ആ വലിയ ആ പാപം ഓർത്തിട്ട് അദ്ദേഹം വിഷമിക്കുകയാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. കുട്ടികളെ കൊന്ന ആളുകൾ അതിൽ അഭിമാനം കണ്ട ആൾക്കാരുണ്ട്. ഓൾക്ക് കുട്ടികളെ കുടിച്ച് പിന്നെ കൊല്ലാതിരിക്കലാണ് ഓൾക്ക് അപമാനം. കൊല്ലൽ അഭിമാനത്തിന്റെ ഭാഗമായിട്ട് കണ്ടവരുണ്ട്. എന്നാൽ ഇസ്ലാം അതിനെ ശക്തമായി എതിർത്തു. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഫാത്തിമ ബീവിയെ, റുഖിയയെ, ഉമ്മു കുൽസൂമിനെ, ആ പെൺകുട്ടികളൊക്കെ, സൈനബിനെ, അവരൊക്കെ ശരിയായ രൂപത്തിൽ സ്നേഹിച്ച് കാണിച്ചു കൊടുത്തു. മാത്രമല്ല നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഒരാൾക്ക് ഒരു മാതാപിതാക്കൾക്ക് 2 പെൺകുട്ടികളുണ്ടായി, അവരെ ശരിക്ക് നോക്കി വളർത്തി. അങ്ങനെ ഒരു വിവാഹം വരെ പിന്നെ ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു. നബി തങ്ങൾ തന്നെ പറഞ്ഞത്, കുന്നലഹു ചിത്രം മിനന്നാർന്ന, ആ പെൺകുട്ടികൾ അവനിക്ക് ഒരു നരകത്തിനെ തൊട്ട് ഒരു മറയണമെന്നാണ്. അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിൽ കണക്കാൻ കാരണമായ ഒരു സംഗതിയാണെങ്കിൽ തൽക്കാലം അവൻ രക്ഷപ്പെടുന്നത് ഈ പെൺകുട്ടികളെ നോക്കിയതിന്റെ പേരില്ല. ആലോചിച്ചോക്കിയങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ ഈ പെൺകുട്ടികൾ പിന്നെ ഉള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ കെട്ടിക്കണ്ട ചെലവും കാര്യങ്ങളൊക്കെ ആലോചിച്ച് പരിപ്പാക്കെ കുറച്ചൊക്കെ മാറ്റം വന്നു. എന്നാലും അപ്പം അതിൻ്റെ അത് വേറെ പ്രയാസങ്ങളുണ്ട്. അതിലൊന്നും വിഷമിക്കരുത് എന്നുള്ളതാണ്. കാരണം മക്കളെ അള്ളാഹു നൽകുന്ന ദാനാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു താല ഇവിടെ പറയാണ്, നോക്കി ഈ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ തെറ്റ് വന്നു. അദ്ദേഹം തൗബ ചെയ്തിട്ട് മടങ്ങി. എന്നിട്ട് നോക്കി ആ ഒരു ദുഃഖം സ്വാഭാവികമാണല്ലോ. അതിൻ്റെ ഗൗരവം അദ്ദേഹം ഉൾക്കൊണ്ടത് കൊണ്ടാണ് പിന്നെ വേറൊരു വഴിയില്ല, വേറെ ഒരു വഴിയില്ല. അതെന്തായിരുന്നാലും ഇങ്ങനെ തികട്ടി വരും, മരിക്കോളം വരും. പക്ഷെ നാളെ പരലോകത്ത് അദ്ദേഹത്തിനെ ശിക്ഷിക്കൂല, ജാഹിലിയത്തിലായതുകൊണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, വകുപ്പില്ല ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. ചില തെറ്റുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു യുവതിയുടെ കബറ് മാന്തിയിട്ട് കഫംപുടവ കക്കാൻ വേണ്ടി മാന്തിയ ഒരാളെ കഥണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നബിയോട്, ഞാൻ ആ മയ്യത്തിനെ വ്യഭിചരിക്കാൻ ഒരുങ്ങിയതാണ്. അത് നബിക്കുന്ന ദേഷ്യം വന്നു. ആദ്യമായിട്ട് കേൾക്കാണ്, എൻ്റെ മുന്നിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ വഹി വരുന്നത്, നബിയെ ഇങ്ങനെ ഒരു തെറ്റ് പറഞ്ഞ് വന്ന ആൾ നിങ്ങളെടുത്ത് വന്നില്ലേ? വന്നു. ഈ ദോഷം പൊറുക്കേണ്ട നിങ്ങളാണോ അള്ളയാണോ ചോദിച്ചു. മലക്ക് അള്ളയാണ്. അപ്പൊ പിന്നെന്തിനാ നിങ്ങൾ അയാളെ ഇറക്കി വിട്ടെ? എന്നിട്ട് പറഞ്ഞു, ഇന്നാലിന്ന മരുഭൂമിയുടെ ഇന്നാലിന്ന ഭാഗത്ത് അദ്ദേഹം അവശനായിട്ട് കിടക്കുന്നുണ്ട്, അയാളെ ഈ കാര്യം അറിയിക്കണം എന്നാണ് പടച്ചോൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഒരു തോവയതാണ്. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളെ പറഞ്ഞേച്ചു. അവർ മലക്കി പിടിച്ചെടുത്തുകൊണ്ടിരുന്നത്. കാരണം അത്രക്കും അവസരം ഇത് സുജൂദ് കിടക്കുകയാണ്. റസൂലെ ഇറക്കി വിട്ടതോടുകൂടെ മൂപ്പര് മരുഭൂമി പോയി ആ
സുജൂദിലവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ പിന്നെ അവശനായി, ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ലാതെ. അപ്പം നിങ്ങൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നിങ്ങൾ നിരാശ വരരുത്. നമ്മളെത്തുന്ന ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പറഞ്ഞാൽ പൊറുക്കാത്തതായിട്ടൊന്നുമില്ല. അക്കടപാടെ പേടിക്കണ്ടുള്ളൂ. നമ്മളായിട്ടുള്ള പ്രശ്നം നമ്മൾ തമ്മിലുള്ള ഇടപാടാണ് പ്രശ്നം. വാക്കുകൊണ്ടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാനായിട്ടുള്ള എത്ര ഗുരുതരമായതാണെങ്കിലും കളങ്കമില്ലാത്ത തൗബ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതിന് ഖുർആൻ പറഞ്ഞ തന്നെ തൗബത്തൻ നസൂഹ എന്നാണ്. നസൂഹായ തൗബ എന്നാൽ അത്രക്കും ആത്മാർത്ഥമായ തൗബ എന്നാൽ കഴിച്ചിലാവുന്നതാണ്. ഇല്ലെങ്കിലോ ഇത് ഭയങ്കര പ്രശ്നമാണ്. അതാണ് അള്ളാഹു കതിട്ടിട്ടാണ് പറയുന്നത്. സംശയലേശമന്യേ ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും, സ്വന്തം മക്കളെ വധിച്ചു കളഞ്ഞവർ അവർ തീർച്ചയായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണ് ഒരു കുട്ടികളെ കൊന്നത്? സഫഹം ബിഗൈരി ഇൽം, ഒരറിവുമില്ലാതെ മൗഢ്യമാണ് അവർ ചെയ്തത്. വിഡ്ഢിത്തരാണ്. എത്ര വലിയ വിഡ്ഢിത്തരാണ്! കാരണം ഓലെന്താ ഒരു പിന്നെ ദാരിദ്ര്യം പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ദാരിദ്ര്യം പേടിച്ചത്. ഇന്നിപ്പോ പരിഷ്കരിച്ച രീതിയാണ്. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുട്ടികളെ കൊല്ലുക. ചെയ്യരുത്. ചിലർക്കൊക്കെ ഉണ്ട് ഒരു പരിപാടി, കല്യാണം കഴിഞ്ഞ ഉടനെ ഗർഭിണിയായാൽ അത് ഒഴിവാക്കും. ആരെങ്കിലൊക്കെ സുഹൃത്തുക്കളൊക്കെ പ്രേരിപ്പിക്കും ചെയ്യും. കല്യാണം എനിക്കത്ര തക്കാരത്തിന് വേണ്ട സ്റ്റാക്ക വേഷത്തരാണ്, ഇപ്പത്തിനൊന്നും വേണ്ടാറ്. അത് ചെയ്യരുത്. കാരണം നമ്മൾ വേണമെന്ന് കരുതുമ്പോൾ അത് കിട്ടുകയെന്നില്ല. അത് ശാരീരികമായിട്ട് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. അത് അള്ളാഹു നൽകുന്ന വലിയൊരു ദാനല്ലേ. ആരപ്പോ പറയാ, അത് ചിലപ്പോൾ ആരെങ്കിലൊക്കെ പറയാ പെട്ടെന്ന് ഗർഭിണിയായാലും എന്താ അപ്പോ അള്ളാഹു തലപ്രകൃതിയിൽ നിശ്ചയിച്ചാലേ അതിലിപ്പം അത്ര അത്ഭുതപ്പെടാൻ ഇല്ലെങ്കിലല്ലേ പ്രയാസം. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. അപ്പൊ നോക്കൂ, ഇന്ന് അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ലിംഗനിർണയം പാടില്ല എന്നാണ് ആസ്പത്രിയിലേക്ക് എഴുതി വെച്ചേക്കും. പക്ഷെ സംഗതി നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചിലരൊക്കെ പെൺകുട്ടികളാണ്. ഇപ്പൊ പിന്നെ അതിന് കുറച്ച് ശമനമുണ്ട്. കുറച്ച് മുമ്പൊക്കെ പെൺകുട്ടികളാണെങ്കിൽ വല്ല ഒഴിവാക്കി. ഈ പണ്ടും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പച്ചുകൊണ്ട് ഇനി ആൺകുട്ടികളെ കേൾക്കാം. കാരണം മഹർ വിചാരിച്ചുകൊണ്ട് തന്നെ മാറി വിചാരിച്ചുകൊണ്ട്. ഇന്നലെ ഒരാൾ എന്നോട് പറയണേ, അയാളെ മൂത്തച്ഛനെ പറ്റിയാ പറയുന്നുണ്ട്. ഭയങ്കര പിസ്കത്തി പറഞ്ഞാൽ പഠിച്ചോനെ ആ താത്ത ഭയങ്കര പിസ്കത്തി കേട്ടോ, എനിക്കും അറിയാം. ഞാൻ ചിലർക്ക് അജബയിക്കണം. അപ്പോ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷേ മകനെ നിർബന്ധിച്ച് 5 പവന്റെ മഹർ വാങ്ങിച്ചിരുന്നു. അപ്പൊ ഇയാൾ എന്നോട് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടണില്ല. അത്രമാത്രം പിശുക്ക് കാണിക്കേണ്ട എൻ്റെ മൂത്തച്ഛി ഇതിന് മാത്രം 5 പവന് അത് മകനെ നിർബന്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇയാൾക്ക് തിരിയേറ്റാണ്. അത് എന്തിനാണ് ഞങ്ങള് 5 പവൻ മഹർ കൊടുത്തുകണ്ട 50 പവൻ മറ്റേത് ഇങ്ങോട്ട് വാങ്ങാനാണ് പോലെ. നമ്മൾ തെങ്ങുമ്പൊക്കെ നോക്കുമ്പോത്തിന് ഓള് ആകാശത്ത് നോക്കി. അതാണ് ഉണ്ടായത്. അപ്പൊ താത്താന്റെ ബുദ്ധി പോയ കാഞ്ഞ ബുദ്ധി അറിയില്ല നമ്മള്. പോയത് നോക്കി നിങ്ങൾ 50 ആ കാലം കഴിഞ്ഞപ്പോ ഒക്കെ പണ്ടേ നിന്നാ ഇപ്പൊ എന്തെങ്കിലും പറയാണ്ടോ ചോദിച്ചും കാരണന്മാര്. ഞങ്ങളൊരു 5 പവനാണ് കൊണ്ടുവരുന്ന എന്നാല് അതിന്റെ മലയാളം എന്താണ്? 50 പവൻ കെട്ട് സ്ത്രീധനം തന്നോണ്ടിയെന്നാണ്. അത് കജുല്ലെങ്കിൽ ഓല് പറയും ഒരു 4 പവനൊക്കെ ആക്കിക്കൂടെ മഹർ. അപ്പോ എന്റെ ജ്യേഷ്ഠ 5 കൊടുക്കുന്നുണ്ട്. അല്ലാ, അങ്ങനെ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ അൽഹംദുലില്ലാ അതിന് മാറ്റം വന്നിരിക്കണം. അപ്പോൾ വേറെ നിലയ്ക്ക് ചില പ്രയാസങ്ങളുണ്ട്. പ്രയാസം ഉണ്ടായാൽ മതിയല്ലോ എന്തായിരുന്നാലും എന്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ. അപ്പോ പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. പിന്നെ ഇപ്പോൾ വേറുള്ളവർക്കുള്ള ആശങ്ക എന്താ വെച്ചാല് കുറെ കുട്ടികളൊക്കെ ഉണ്ടായ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, കുറെ മക്കളൊക്കെ ഉണ്ടായാൽ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, അതിനൊക്കെ എന്താ ചെയ്യാന്നുള്ളത്. അതിപ്പോ നമ്മൾ ഇങ്ങനെ ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം. അതൊക്കെ നമ്മൾ വെറുതെ ആശങ്കപ്പെടുകയാണ്. അതൊന്നും നമ്മളെ കയ്യിലുള്ളൊരു സംഗതിയല്ല. നമ്മളെ കയ്യിലുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ മഞ്ചേരി അടുത്തൊരു ഡോക്ടർ നമ്മളെ മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. നമ്മളെ മുസ്ലിം സ്ത്രീകളൊക്കെ ഗർഭിണികളായിട്ട് പോയി 3-ാമത്തോ 4-ാമത്തോ ഒക്കെ ആണെങ്കിൽ ഓളിങ്ങനെ കളിയാക്കും. അതിൻ്റെ സ്വഭാവമാണ്. പിന്നെ അന്നൊക്കെ ഈ ആളുകൾ കമ്മി ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഒരാളെ മാത്രം ചിലപ്പോൾ ആശ്രയിക്കണം. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇഷ്ടം പോലെ ഒരുപാട് പഠിച്ചു വന്നവരുണ്ട്. എന്നങ്ങനെ നിരന്തരം കളിയാക്കുമായിരുന്നു. പക്ഷേ ഒരു ആക്സിഡന്റിൽ 2 കുട്ടികളും പോയി അവരുടെ മരിച്ചു. നമ്മൾ ഈ കളിയാക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണേ.
ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരെ ദുആക്ക് പോലും ഉത്തരം കിട്ടുന്ന എന്താ കാരണം മറ്റേ കുറേ പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രയാസമുള്ള ദുആക്ക് ഉത്തരം കൊടുക്കുമല്ലോ. യാത്രക്കാരന് പ്രയാസം ഉണ്ടാവും, അപ്പോൾ യാത്രക്കാരൻ്റെ ദുആക്കുള്ള ഉത്തരം കൊടുക്കും. രോഗിയുടെ ദുആക്കുള്ള ഉത്തരം കൊടുക്കും. എന്നാൽ അയാൾക്ക് രോഗം മാറാൻ വരുന്നുണ്ട്, അയാളെ രോഗം മാറി അയാൾക്ക് ഉത്തരം കിട്ടേണ്ട ചാൻസ് പോയി. അത് നമ്മൾ രോഗിയോട് നിങ്ങളും ദ്വാരക്കിന്ന് പറയുന്നുണ്ട്. വയസ്സായവർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും, പ്രായാധിക്യം, അതുകൊണ്ട് പോലെ ദ്വാരക്ക് ഉത്തരം കിട്ടും. ഒക്കെ ഓരോ സംഗതികളാണല്ലോ. എന്നപോലെ ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞാൽ ഓൽക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. എന്നിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ ഓൽക്ക് നല്ല ആത്മധൈര്യം പകരുന്നതിന് പകരം ഓരെ ശരിയാക്കിയാലേ തിരിച്ചടിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മളെ കയ്യിലൊന്നുമല്ല. നമ്മളാണ് കണക്കാക്കുക, ഒരു കുട്ടി മതി അല്ലെങ്കിൽ 2 കുട്ടി മതി, അത് ഒന്നാണാകണം, എന്താ കണക്കറിയങ്ങൾ ഒന്നാണോ ആകണം, ഒന്ന് പെണ്ണോ ആകണം. ഇതൊന്നും ഇപ്പോൾ നമ്മൾ കരുതിയമാർക്കല്ല വരിക. ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ റബ്ബിന്റെ അരികിലാണ്. അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് ആ കാര്യങ്ങൾ റെഡിയായിട്ട് വരും, തിരിഞ്ഞും പോവാം. അതൊന്നും നമ്മളെടുത്തുള്ള കാര്യങ്ങളല്ല. നമ്മളെ ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്, പരിശ്രമങ്ങളും, ജോലിയാകട്ടെ, പഠനമാകട്ടെ, കാര്യങ്ങളാകട്ടെ, ആ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൂ. അപ്പൊ ഇവിടെ അള്ളാഹു അത് പറഞ്ഞത് നിശ്ചയം അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. കാരണം വിഡ്ഢിത്തരാണ്, മൗഢ്യമാണ് ഒരു ചെയ്യുന്നത്, അറിവില്ലാതെ. മാത്രല്ല അള്ളാഹു അനുവദിച്ചതിനെ പോലെ എന്ത് ചെയ്തു, നിഷിദ്ധാക്കി. അത് ഭയങ്കര തെറ്റാണ്. ഇപ്പൊ ഖുർആനിൽ അള്ളാന്റെ തിരുദൂതരെ ഒരു ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ, തഹരീം സൂറത്തിൽ. തങ്ങൾക്ക് ഈ ആശ്രസ്കരിച്ച ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും പോകും, നബിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോകും. അങ്ങനെ പോകുമ്പോൾ സൈനബ ബീവിയുടെ വീട്ടിൽ ചെന്നാൽ സൈനബ ബീവി നബിക്ക് സ്ഥിരമായിട്ട് തേൻ കൊടുക്കും. ഓൾക്ക് നല്ല കുറച്ച് തേൻ കിട്ടിയിട്ടുണ്ട്, നല്ല തേന്, അത് കുറച്ച് കൊടുക്കും. ആ തേന് കുടിച്ച് പിന്നെ നബി തങ്ങൾ നേരെ ചെല്ലുന്ന ഒന്നുകിൽ ഹഫ്സ ബീവിന്റെ അരികിലേക്ക് കയറും, ഒന്നുകിൽ ആയിഷ ബീവിന്റെ അരികിലേക്ക് കയറും. അവിടെ ചെന്ന് പറയും, തേന്റെ മഹത്വം പറയും. അപ്പൊ ഇവർക്കിതിൽ ഭയങ്കര അസ്വസ്ഥത, ചക്രവർത്തിമാരാണ്. അപ്പോ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും കൂടിയും ഒരു യോഗം ചേർന്നു, രഹസ്യയോഗം. ഒരു തീരുമാനം എടുത്തു, ഈ തേൻ കൂടി അങ്ങനെ ഇപ്പൊ നമ്മൾ നിർത്തുക. സൈനബാണെങ്കിൽ അതിനായിട്ടിരിക്കുകയാണ്, ഇവൽക്കാണെങ്കിൽ ആ തേൻ കിട്ടണമില്ല കൊടുക്കാൻ. ഒരു ഭയങ്കര ഫൈറ്റ് കാരണം എന്താ പറയുക, ഒക്കെ നബിനോട് എനിക്കാണ് ഏറ്റവും സ്ഥാനം, എന്നോടാണെന്നുള്ളൊരു വെപ്പാണ്. പരലോകത്തേക്ക് വരുമാനം ഉണ്ടാക്കാനാണ്. ഇത് മുഴുവൻ കേൾക്കാതെ ആയിഷാബിയും മോശമാണെന്നൊക്കെ കരുതരുതേ. ഓരോ കാലത്ത് തന്നെ ഉണ്ടല്ലേ ഈ കുത്തിത്തിരിപ്പ് എന്ന് കരുതരുത്. മുഴുവൻ കേൾക്കാതെ പറഞ്ഞാൽ നമ്മളെ ഈമാൻ പോകാൻ ആയിഷാബീനെ ആക്ഷേപിച്ച മുർത്തതാവും. അങ്ങനെ ഇപ്പൊ നിയമം ഒരു വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഇവര് രണ്ടാളും കൂടി തീരുമാനം എടുത്തു. അന്ന് മഗാഫീർ പറഞ്ഞൊരു വൃക്ഷം ഉണ്ടായിരുന്നു, അതിന്റെ കറ ഭയങ്കര വാസനയാണ്. അപ്പോൾ ആയിഷ ബി പറഞ്ഞു, എൻ്റെ അടുത്ത് നബി തേൻ കുടിച്ച് ആദ്യം വരേണ്ട എൻ്റെ അടുത്താണ്, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട്, എൻ്റെ അടുത്താണ് ഇജു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തേൻ കുടിച്ചാണ് ചെന്ന അഫ്സാബീൻ്റെ അടുത്തേക്കാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മോളാണ്. അഫ്സാബീനോട് എൻ്റെ അടുത്ത് ചെന്നപ്പോൾ അഫ്സാബി നല്ലൊരു അഭിനയം, എന്തൊരു ആ മഗാഫീറിന്റെ മണമുള്ള നബിയങ്ങളെ ഈ തേൻ കുടിച്ചിട്ടാണതേ എന്ന് പറഞ്ഞു. നബിക്കാണെങ്കിൽ ഈ ദുർഗന്ധം ഭയങ്കര വെറുപ്പാണ്. അപ്പൊ നബിക്ക് മനസ്സിലായി ഇതിപ്പോ സംഗതി മഗാഫീറൊന്നുമല്ല, ഇവൽക്കിത് പറ്റണില്ല. എന്നാ അപ്പം എന്ത് ചെയ്തു, അഫ്സാബീവിനെ, സബി ഉമർ റളിയല്ലാഹുവിന്റെ മോളാണല്ലോ, അപ്പൊ അവർക്ക് ഒരു വിഷമം വരണ്ടാതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ഇനി നാളെ മുതൽ ഞാൻ സൈനബാന്റെ അവിടുന്ന് എന്ത് ചെയ്യൂല, ഇത് കുടിച്ചൂലട്ടോ, എന്നാ പോരെ ചോദിച്ചു. അതിൽ സന്തോഷമായി. അപ്പോൾ ഹഫ്സാബീനോട് പറഞ്ഞ, പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഒരിക്കലും ആരോട് പറയരുത്, ഇത് വേറെ ആരോടും പറയരുത് കേട്ടോ, എൻ്റെ മനസ്സിൽ മാത്രം വെച്ചാൽ മതി, ആരോട് ഇത് പറയരുത് എന്ന് പറഞ്ഞാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പോയി. ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഹഫ്സാബിക്ക് വല്ലാത്ത പൂർത്തിയാണ്. ഹഫ്സാബി എന്ത് ചെയ്തു, നേരെ അപ്പം തന്നെ ആയിഷാബിന്റെ അടുത്ത് പോയി. കാരണം ഒരാളെ ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്, സംഗതി വിജയിച്ചല്ലോ, സക്സസ് ആയി. നേരെ ചെന്നിട്ട് പറഞ്ഞു, ആയിഷാബിനോട് ചെന്നിട്ട് പറഞ്ഞു, നബി വന്നിരുന്നു, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് സത്യം ചെയ്തിട്ട് നീ കുടിച്ചൂല. ഇവിടെ എന്താ പ്രശ്നം എന്നറിയങ്ങൾ, തേന് അല്ലാഹു തആല അനുവദിച്ചൊരു കാര്യമാണ്, റസൂൽ എന്താക്കിയത്, ഹറാമാക്കി. സംഭവം വലിയൊരു വിഷയമാണ്. അപ്പൊ അല്ലാഹു ഒരു ആയത്തിറക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നബി ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. അങ്ങനെ വളരെ ഗൗരവമുള്ള വിഷയം. പക്ഷേ അല്ലാഹു തആല നബിനെ മര്യാദ വിട്ടു വിളിച്ചില്ല.
യാ മുഹമ്മദ് എന്താ ഈ കാട്ടിക്കൂട്ടൽ എന്ന് ചോദിച്ചോ? ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാ അയ്യുഹൻ നബി, ഓ നബിയേ, ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു അങ്ങേക്ക് അനുവദിച്ചതിനെ എന്തിന് നബിയെ അങ്ങ് ഹറാമാക്കണം, നിഷിദ്ധമാക്കണം? തബ്തഗീ മർളാത അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ചിലരുടെ തൃപ്തി നേടുന്നതിന് വേണ്ടി അല്ലാഹ് അനുവദിച്ചതിനെ എന്തിനങ്ങ് നിഷിദ്ധമാക്കണം? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ് റഹീമാണ്. സാരല്ല, പക്ഷെ പ്രായശ്ചിത്തം കൊടുക്കണം. ഒരടിവിനെ മോചിപ്പിക്കണം. എന്ത് ചെയ്യണം? തേൻ കുടിച്ചണം. അപ്പൊ കുടിച്ചൂലാന്ന് സത്യം ചെയ്തില്ലേ? അതിന് പകരം ഒരു അടിവിനെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോൽമ്പ് വലിക്കണം, അല്ലെങ്കിൽ 3 ദിവസം പിന്നെ 3 പാവങ്ങൾക്ക് 10 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ കണക്കാക്കി, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് കണക്കാക്കി. പക്ഷേ നബിതങ്ങൾ എന്ത് ചെയ്തിരുന്നു? പിന്നെ അഫ്സബിയോട് പറഞ്ഞു, ആരോട് പറയരുത് പറഞ്ഞിരുന്നു. അഫ്സബി ഇത് ആയിഷാബിനോട് പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്, വൈദ അസറൻ നബിയു ഇലാ ബഅളി അസ്വാജിഹി ഹദീസാ, റസൂൽ തന്റെ ഭാര്യമാരിൽ നിന്ന് ഹഫ്സയോട് ഒരു സ്വകാര്യം പറഞ്ഞു. ഫലമ്മാ നബ്ബഅത് ബിഹി, ഹഫ്സ ബീവി അത് ആയിഷക്ക് ഉണർത്തി കൊടുത്തപ്പോ വഅൽഹറഹുല്ലാഹു അലൈഹി, അല്ലാഹു നബിക്ക് അത് ബോധ്യപ്പെടുത്തി. നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞ ആ രഹസ്യം ഇതാ ചോർന്നിരിക്കുന്നു. അങ്ങനെ ഉണർത്തിയപ്പോ റസൂൽ എന്ത് ചെയ്തു? അള്ളാഹ് അറിയിച്ചു കൊടുത്തത് ചിലത് ഭാര്യമാരെ ഉണർത്തി, ചിലത് ഉണർത്തിയില്ല. എന്തറിയോ? ഹഫ്സ ബീവി ആയിഷ ബീവിയുള്ള ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഏറ്റവും സ്ഥാനമുള്ളവരും ആരെന്നെയാണ്? ഓരെന്നെയാണ്. കാരണം അത് സിദ്ദീഖ് എന്നവരുടെയും ഫാറൂഖ് എന്നവരുടെയും മക്കളാണ്. അപ്പൊ അള്ളാഹു നബിയോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഓല തൃപ്തി നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അനുവദിച്ച തേനങ്ങൾ ഇനി കുടിച്ചില്ല എന്ന് പറയണ്ടില്ലേനു? നിങ്ങൾ കുടിച്ചോളി. പിന്നെ ഈ ഭാര്യമാരുണ്ടല്ലോ, ഓലങ്ങളൊന്നും പറയുമാണ്ട. കാരണം ഓരോ വാപ്പാര് കാര്യപ്പെട്ടവരാണ്. ഓരോ വാപ്പാര്. എന്നിട്ട് അള്ളാഹു അന്ന് നബിനെ അറിയിച്ചു, അങ്ങയുടെ മരണശേഷം 1ാമത്തെ ഖലീഫ ആയിഷാന്റെ പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹു, 2ാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് ആയിരിക്കും, ഈ ഹഫ്സാന്റെ ഉപ്പ. പക്ഷെ ഇത് നബി ഓരോട് പറഞ്ഞില്ല. പിന്നെ ഹഫ്സേ, ഞാൻ എന്നോട് പിന്നെ ആരോടും പറയരുത് അറിഞ്ഞു ആയിഷനോട് പറഞ്ഞില്ലേ? പിന്നെ എന്റെ വാപ്പ 2ാമത്തെ ഖലീഫ കേട്ടോ, അത് പറഞ്ഞില്ല. അതാണ് നബി ചിലത് വിട്ട് കളഞ്ഞു, ചിലത് ഉണർത്തി. അത് വിട്ട് കളയാനുള്ള കാരണം എന്താ? ഒന്ന് വലിയ ചിലപ്പോ ഒന്ന് പൊന്താൻ സാധ്യതയുണ്ട്. ഒന്ന് ഞങ്ങളെ വാപ്പാരുന്നുള്ള. 2ാമത്തെ പ്രധാന കാരണം എന്താ അറിയോ? മുനാഫിക്കുകൾ നല്ല ഉണ്ടായിരുന്നു, ഓൽക്കാസൂയർ. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നബിയുടെ വഫാത്തിന്റെ ശേഷമുള്ള നേതാക്കന്മാർ കാര്യപ്പെട്ടവർ ഇവരാണെന്ന് അങ്ങനെ തന്നെ വ്യക്തമായിട്ട് അള്ളാഹ് അറിയിച്ചു എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ സിദ്ദീഖ് എന്നവരോടും ഫാറൂഖ് എന്നവരോടും അസൂയ കൂടും ശത്രുക്കൾക്ക്. ചിലതൊക്കെ നമ്മൾ മറച്ചേക്കേണ്ടി വരും. എല്ലാ വിഷയത്തിലും A+ കിട്ടിക്കണമെങ്കിൽ ഉള്ള കല്യാണത്തിങ്ങളും തക്കാരത്തിങ്ങളും ഒക്കെ പോയിക്കാണ്ട് ഇങ്ങനെ പറയണ്ട. അതിന്റെ കുട്ടിയാണ്. എല്ലാ വിഷയത്തിലും A+ ഉണ്ട് അറിയും. അത് കേൾക്കേണ്ടവർക്ക് ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓല് തന്നെ അറിയാം. അവിടെയാണ് പ്രശ്നം വരിക. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലേനോ. ഷിബില് ചിലർക്ക് അത് പറയും, ചിലർക്ക് പിന്നെ ഒരു സുഖം കിട്ടൂല. ഇനി അങ്ങനെ സുഖം ഇല്ലാതാക്കും വേണ്ട എഴുതിയിട്ടാണ്. എല്ലാ വിഷയത്തിലും A+ കിട്ടിയില്ലേ, ആ കുട്ടിയുടെ അന്തം വിട്ട കുട്ടിയേനല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവരിങ്ങനെ അയിമ കൂടും. ഒരു സുഖം കിട്ടൂല, അസൂയ മൂത്ത് കണ്ട് പറയണ്ട. അതെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ സഹോദരിമാരോടൊക്കെ പറയാം, ചില കുട്ടികൾക്ക് ചില ഡ്രസ്സൊക്കെ ഇട്ട ഭയങ്കര ചൊറുക്കേ കയറും. അത് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് കുടുംബ ഗ്രൂപ്പ് കണക്കൂട്ടും, ആ ഫോട്ടോ എടുത്ത് കാണും. അവിടെയൊക്കെ ഈ പ്രശ്നം വരും. നമ്മൾ സ്നേഹിക്കാത്ത ആൾക്കാരുണ്ടാവും, അസൂയാലുക്കളുണ്ടാവും. എല്ലാ വിഷയത്തിലും ചിലതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചില സന്ദർഭങ്ങളിൽ പറയാൻ പാടില്ല. അതിന് ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞിട്ടാക്കിയാൽ മതി. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ പണിയാണ്, കിട്ടി, നടന്ന് പറയണ്ട, അതൊന്ന് സീറ്റിംഗ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ കുട്ടികൾ വെള്ളിയിട്ട് ഇറങ്ങുമ്പോഴേ ചില കുട്ടികൾക്ക് ചില സ്ഥാനത്ത് പോയ ഓന് മാത്രം ചോറി തന്നെ. അസൂയാളുകൾ ഒരുക്കുന്ന ഓരോ കെണികളുണ്ട്, എന്തൊക്കെയുണ്ട് പ്രശ്നങ്ങൾ അറിയുന്നത്. വല്ലാത്തൊരു ലോകാണ് ഈ ദുന്യാവ് അറിയുന്നത്. നമ്മളമാർക്ക് ഇപ്പം എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയണില്ല. എങ്ങനെയാണ് ഒരാൾക്കൊരു സന്തോഷം വരുമ്പോൾ പിന്നെ നമ്മളിത് സന്തോഷിക്കലോ വേണ്ടേ? ശത്രുക്കൾക്കാണെങ്കിൽ പോലും പ്രയാസം വരുമ്പോൾ നമ്മൾക്ക് ഒരു വേദന ഇല്ലാറില്ലേ? ഇതങ്ങനല്ല.
പുറത്തേക്ക് ചിരിച്ചാൽ കോട്ടലുകൊണ്ട് കടിച്ചും ചേരുക. അതെല്ലാം പറയാൻ പറ്റില്ല. നോക്കി നിങ്ങൾ ഈ വിഷയം ഖുർആൻ തന്നെ പറയാ, നബി ചിലത് വിട്ടു, പറഞ്ഞുകൊടുത്തില്ല. അത് പറഞ്ഞുകൊടുത്താല് എന്ത് ചെയ്യും? ഈ രണ്ട് നായകന്മാർക്ക് അസൂയാലുക്കൾ കൂടും. ഇപ്പൊ നമ്മളെ വിഷയം എന്താ അറിയോ? എന്റെ പെണ്ണുങ്ങളൊന്ന് ശ്രദ്ധിച്ചോളിട്ടോ. ആയിഷാബിക്കും അർഷാബിക്കും ഭയങ്കര സ്ഥാനമുണ്ട്. പക്ഷെ ഇവര് ചെറിയൊരു കളി കളിച്ചല്ലോ, അതുകൊണ്ട് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ആയിഷ, ഹഫ്സ, നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു. വ ഇൻ തളാഹറ അലൈഹി, മേലിൽ ഇനിയും നിങ്ങൾ രണ്ടുപേരും നബിക്കെതിരെ അന്യോന്യം സഹായിക്കുമെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളൂ. ഫഇന്നല്ലാഹ ഹുവ മൗലാഹു, റസൂലിന്റെ സഹായി അല്ലാഹുവാണ്. വജിബ്രീലു, ജിബ്രീൽ എന്ന മലക്കാണ്. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സാലിഹീങ്ങളാണ്. വൽ മലായികതു ബഅദ ദാലിക ലഹീർ, മലക്കുകളും സഹായിക്കും. അവിടെ ഇങ്ങളെങ്ങാനും നബിക്കെതിരെ ഇങ്ങനത്തെ വലിയ തന്ത്രങ്ങളും ആവിഷ്കരിച്ച ഒരു തലേന്ന് യോഗം ചേർന്നാണ് മഗാഫീറിന്റെ മണുണ്ട് എന്ന് പറയണം, ആ തേങ്കുടി മുറക്കണം. ഞങ്ങാനും ഇങ്ങനെ വല്ലതും ആവർത്തിച്ച ഞങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി, നബിനെ സഹായിക്കാൻ അല്ലാഹ് ഉണ്ടാവും, ജിബ്രീൽ എന്ന മലക്കുണ്ടാവും. സ്വാലിഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങളെ വാപ്പാരുണ്ടാവും നബിനെ സഹായിക്കാൻ. അള്ളാഹ് അതിനെ ഇറങ്ങിയപ്പോ ഒരു പേടിച്ചു. പിന്നെ മാത്രല്ല, ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സ്വന്തം ഭർത്താക്കന്മാർക്കെതിരെ കളിക്കുന്ന ഭാര്യമാർക്കും കൂടി ബാധകാണത്. പിന്നെ പറഞ്ഞെന്താ അറിയോ? റബ്ബ് ആയേക്കും ഇൻ തൊല്ലക്കുന്ന, ഭാര്യമാരോട് പറയാണ്, നിങ്ങളെങ്ങാനും റസൂല് ത്വലാഖിയല്ലിയാൽ അയ്യുബ്ദിലഹു, റസൂലിന് അല്ലാഹു പകരം നൽകും, അസ്വാജൻ ഖൈറം മിൻകുന്ന, നിങ്ങളെക്കാൾ ഖൈറായ ഭാര്യമാരെ നിങ്ങളെ പൊന്തണ്ട. നിങ്ങളെങ്ങാനും നബിയാണ് ത്വലാഖിയല്ലിയാൽ നിങ്ങളെക്കാൾ ഖൈറായ പെണ്ണുങ്ങളെ നൽകും. എങ്ങനത്തെ പെണ്ണുങ്ങൾ? മുസ്ലിമാത്ത്, അനുസരണയുള്ള പെണ്ണുങ്ങളെ. മുഅ്മിനാത്ത്, നല്ല ഈമാനുള്ള പെണ്ണുങ്ങളെ. ഖാനിതാത്ത്, നല്ല ഭക്തിയുള്ള പെണ്ണുങ്ങളെ, നിങ്ങളെക്കാൾ ഭക്തിയുള്ള. തായിബാത്ത്, പശ്ചാത്തപിക്കുന്ന നല്ല പെണ്ണുങ്ങളെ. സായിഹാത്ത്, നോമ്പനുഷ്ഠിക്കുന്ന. ആബിദാത്ത്, ഇബാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളെ. സായിഹാത്ത്, നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണുങ്ങളെ. സയ്യിബാത്തിൻ വ അബ്കാറാ, കന്യകകളും കന്യകകളില്ലാത്തതുമായ പെണ്ണുങ്ങളെ. നിങ്ങളെക്കാൾ നല്ലതാണ് കൊടുക്കും. എന്താ വേണ്ടി ചോദിച്ചു. ഇവർക്ക് പിന്നെ ഒന്നും വേണ്ട, പാലൂടിയും മുടക്കണ്ട, തേനയുടിയും മുടക്കണ്ട, ഒന്നും മുടക്കണ്ട. ഓലെല്ലാവരും പിന്നെന്ത് ചെയ്തു? കരഞ്ഞുപോയി എന്നാണ്. അപ്പൊ നമ്മൾ ഓലെ പറ്റി തെറ്റിദ്ധരിക്കരുത്, മാനുഷികമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ എന്തിനാണ് അള്ളാഹു ഒരു അവസരം ഒരുക്കേണ്ടത് അറിയങ്ങൾ? ഇനി നമ്മൾ പാട് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. പാടൊക്കെ ഇന്ന് നമ്മളെ ജീവിതത്തിലൊന്നും അങ്ങനെ ഉണ്ടാകരുത്. ഇപ്പൊ ചില ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പണിയെടുക്കേണ്ടവരുണ്ട്, ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്ക് പണിയെടുക്കേണ്ടവരുണ്ട്. കാര്യത്തിനാണ് ഈ തിരക്കടിച്ച. പണ്ട് വീഡിയോ വരി നിർത്താൻ വേണ്ടി അതിലെന്തോ മരുന്ന് വെച്ചുകാണ്ട്, അല്ല മറ്റേത് മുളക് പൊടി ഇട്ടുകാണ്ട് വെച്ച സംഭവമുണ്ട്. ഇയാള് വലിച്ചിട്ട് പെരുങ്കൊര. ഇത് നിർത്താനൊരു കാരണമാകാണ് ചിലപ്പോ. അൽഹംദുലില്ലാ, ചിലപ്പോ ത്വലാഖിനേക്കാരം കാരണം ഇത് തെളിഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, എല്ലാ കുത്തിത്തിരിപ്പിനും അറുതി വരുത്താനാണ് ഇങ്ങനെയൊക്കെ നബിയുടെ ജീവിതത്തിൽ ചിലത് കൊടുത്തിട്ടേ. ഇവിടെ വലിയൊരു പോയിന്റ് എന്താ വെച്ചാല്, അള്ളാഹു അനുവദിച്ച ഒന്നിനെ നമുക്ക് നിഷിദ്ധാക്കാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞതും. ഇവര് വ്യാജമായിട്ട് അള്ളാന്റെ മേലിൽ പറയാണ് ഇത് തിന്നാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അവർ പഴച്ചുപോയവരാണ്. വമാ കാനൂ മുഹ്തദീൻ, അവർ നേർമാർഗം പ്രാപിച്ചവരല്ല. ഇനി അടുത്ത ആയത്ത് നോക്കാം. وهو الذي أنشأ جنات معروشات وغير معروشات
والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. അല്ലാഹു തആല ഇനി നമുക്ക് ചെയ്തു തന്ന ചില അനുഗ്രഹങ്ങളെ എടുത്തു പറയാം. വളരെ ഈ പഴങ്ങളിലും അതുപോലെ ധാന്യങ്ങളിലും സക്കാത്ത് കൊടുക്കണം എന്നുള്ള തെളിവ് ഖുർആനിലെ തെളിവ് ഈ ആയത്താട്ടോ, വേറൊരു ആയത്തുമില്ല. ഈ ആയത്താണ് അതിനുള്ള തെളിവ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി എന്തുണ്ട് ഈ ആയത്തിന് ഉണ്ട്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അല്ലാഹു പറയുന്നത്? വഹുവല്ലദീ, തീർച്ചയായും അള്ളാഹുവിനെ പറ്റി പറയാണ്. വഹുവല്ലദീ, അല്ലാഹു ഒരുത്തനാണ്. ജന്നാത്തിൻ മഅറൂശാത്ത്, പന്തലുകളിൽ ഉണ്ടാകുന്ന തോട്ടങ്ങളെ അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു. അൻശഅന ഖലഖാന, ഇതിന്റെ പര്യായ വാക്കാണ്. ഉണ്ടാക്കി, പടച്ചു, സൃഷ്ടിച്ചു. തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നമുക്കുള്ള പഴങ്ങളും കാര്യങ്ങളാണ് ഉദ്ദേശം. അത് പന്തലുകളിലുള്ള ഉണ്ടാവും. മുന്തിരിയൊക്കെ അങ്ങനെയുള്ള. വഗൈറു മഅറൂശാത്ത്, പന്തലുകളിൽ അല്ലാത്ത പഴങ്ങൾ, ചിലത് മരത്തുമ്മലേക്കാരം, ചില അടിയിൽ വള്ളിമ കിടക്കേക്കാരം, അങ്ങനത്തെ പഴങ്ങളൊക്കെ. വന്നഖ്ല, ഈന്തപ്പനയെയും, വസ്സർഅ, കാർഷിക മറ്റു കൃഷി വസ്തുക്കള്, കാർഷിക വസ്തുക്കള്, മുഖ്തലിഫൻ ഉകുലുഹു, അതിന്റെ രുചി വ്യത്യസ്തമായതാണ്. അങ്ങനെയുള്ളതിന് അല്ലാഹു പടച്ചു. വസ്സൈതൂൻ, ഒലീവിനെ സൃഷ്ടിച്ചു. വറുമ്മാൻ, ഉറുമാമ്പഴത്തെയും. മുതശാബിഹൻ വഗൈറ മുതശാബിഹ്, അന്യോന്യം സാദൃശ്യമുള്ളതും അല്ലാത്തതും. ചിലത് കണ്ട ഒരേപോലെ ഉണ്ടാവും, ചിലത് അങ്ങനെ അല്ലാത്തതുണ്ട്. അങ്ങനെ പലതും പഠിച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ, അത് ഭാഗമായാൽ അതിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. വആതൂ ഹഖഹു യൗമ ഹസ്വാദി, അത് കൊയ്തെടുക്കുന്ന സമയത്ത് അതിന്റെ ഹഖ് നിങ്ങൾ വീട്ടിക്കോളൂ. വലാ തുസ്രിഫൂ, ദുർവ്യയം പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? ആദ്യം അല്ലാഹു പടച്ചു. അല്ലാഹു ആണ് നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകിയത്. അതിൽ പഴങ്ങൾ ചിലത് പന്തലുകളിൽ ഉണ്ടാകുന്നതായിരിക്കും, ചിലത് അങ്ങനെയല്ല, നിലത്ത് കിടക്കുന്നതും മരത്തും ഉണ്ടാകുന്നൊക്കെ ഉണ്ട്. ചക്കി മാങ്ങയൊക്കെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഈന്തപ്പന തന്നു, കൃഷി തന്നു, അത് ടേസ്റ്റുകൾ ഭിന്നമായത്. സൈത്തൂന് തന്നു, റുമ്മാന് തന്നു, അന്യോന്യം സദൃശമായതും അല്ലാത്തതും. നിങ്ങൾ അത് പാകായാൽ പറ്റിയതൊക്കെ തിന്നോളി. കൊയ്തെടുക്കുമ്പോൾ അതിന്റെ ഹക്ക് ശരിക്കും കൊടുത്തു വീട്ടുകയും ചെയ്തോളൂ. ദുർവ്യയം പാടില്ല. എന്നാൽ അതേ സമയത്ത് അങ്ങനത്തെ ആൾക്കാർ അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഇതാണിപ്പോ പഴങ്ങള്, ധാന്യങ്ങള് അതിൽ സക്കാത്തുണ്ട് എന്ന് പറയുന്നത്. ഇതാണ്. ഇത് പിന്നെ നമ്മൾ പിന്നെ ഈ കറൻസിന്റെ മാർക്കൊന്നുമല്ല. അതിൽ സക്കാത്ത് ഇപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട എല്ലാ പഴങ്ങളിലൊന്നും വേണ്ട കേട്ടോ. മാങ്ങക്കൊന്നും സക്കാത്തില്ല, അത് സക്കാത്തില്ല. പക്ഷെ മാങ്ങ കണ്ടമാനം ഉണ്ടായിക്കാണ്ട് വിറ്റുകാണ്ട് അതിന്റെ കാശ് നമ്മൾ പാത്തിച്ച് സക്കാത്തിന്റെ അങ്ങനെ നമ്മൾ സക്കാത്ത് വരുള്ളൂ. ഏതുപോലെ തേങ്ങന്റെ മാർക്ക് തന്നെ. തേങ്ങക്ക് ഇപ്പൊ എന്താ വില? ചിരട്ടയ്ക്ക് വരാനല്ല വില. എമ്മാതിരി വിലയാണ് ഇപ്പൊ തേങ്ങക്ക്. അപ്പോ പിന്നെ നമ്മൾ അത് വിറ്റിട്ട് കാശ് ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ ആ കറൻസിന്റെ ഇത് വരുന്നല്ലാതെ ഇത്ര തേങ്ങ ഉണ്ടെങ്കിൽ ഇത്ര സക്കാത്ത് എന്ന് വരുന്നില്ല. ആകെ നമുക്ക് പിന്നെ ഈത്തപ്പഴത്തിന് സക്കാത്ത് വരും, മുന്തിരിക്കും സക്കാത്ത് വരും. അതുപോലെ തന്നെ ധാന്യങ്ങളിൽ നെല്ലിന് വരും, ഗോതമ്പിന് വരും, അരിക്ക് വരും, ചോളത്തിന് വരും. അതിലിപ്പോ അതിന്റെ അളവൊന്നും ഇപ്പൊ നമുക്കൊന്നിപ്പോ ഉണ്ടാവില്ല. അതായത് 5 വസക്ക് വേണം സക്കാത്ത് കൊടുക്കാനുള്ള. ഇത് 5 വസക്ക് എന്ന് പറഞ്ഞാല് അരി അതുപോലത്തെ പഴങ്ങളൊക്കെയാണ് 5 വസക്ക്. നെല്ലാണെങ്കിൽ 10 വേണം. അത് 5 വസക്ക് എന്ന് പറഞ്ഞാൽ 300 സ്വയാണ്. 300 സ്വ, അതായത് 1920 ലിറ്റർ കണക്ക് കൂട്ടുമ്പോൾ വേണം. അതിന്റെ 10 പിന്നെ 10% സക്കാത്ത് കൊടുക്കേണ്ടത്. എപ്പോ?
വെള്ളം നനച്ച് അതുണ്ടാക്കാൻ ചെലവ് വന്നിട്ടില്ലെങ്കിൽ, വെള്ളം നനക്കാനും അതിന്റെ ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് 10 കൊടുക്കണ്ട, അതിന് പകുതി കൊടുത്താൽ മതി. അപ്പൊ 20 കൊടുത്താൽ മതി. നെല്ലൊക്കെ ആണെങ്കിൽ പിന്നെ 300 സോ ഉണ്ടായ സക്കാത്ത് കൊടുക്കണ്ട. 600 സോ ഉണ്ടെങ്കിൽ, തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്നാവുമ്പോൾ 600 സോ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി. അതൊന്നും ഒരിക്കലും നമ്മളെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംവിധാനപ്പെടില്ല. ഉണ്ടെങ്കിൽ കൊടുക്കണം. എന്നാ പണ്ട് കാലത്തിന് ഇത് ഖുർആൻ ആയ പണ്ട് കാലത്തിനല്ല നിന്നുകൊണ്ടിട്ടപ്പോൾ നമ്മളിപ്പോ ഈ ഏരിയയിൽ മുന്തിരിത്തോട്ടങ്ങൾ ഇതൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പൊ ഈ പറയപ്പെട്ട 300 സോ ആകാനൊന്നും വലിയ പണിയില്ല. ഏത് പിന്നെ അറബ് ലോകത്തൊക്കെ പലയിടത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾ, ആ മുന്തിരിത്തോട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ അത് വേഗത്തും അളവ്, കാരണം അതിന് മാത്രം ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവും. കാത്തുകൊടുക്കണം. പക്ഷേ ദുർവ്യയം പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അതിന് അത് പിന്നെ ആയത്ത് അവതരിക്കാനൊരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ ഒരു സഹാബി, നബിയുടെ പ്രവാചകൻ എന്ന് പറയുന്ന പേര് കിട്ടിയ ഒരു സഹാബി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എന്താ പേര്? സാബിത്ത് ബിൻ ഖൈസ്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. മൂപ്പർക്ക് 500 ഈന്തപ്പനുണ്ടായിരുന്നു. മൂപ്പർ എന്ത് ചെയ്തു അറിയങ്ങള്? മൂപ്പരെ ഭാര്യനെ, കുട്ടികളെ ഒന്നും പരിഗണിക്കാതെ ഈ സ്വതക്കന്റെ മഹത്വം മനസ്സിലാക്കിക്കാണ്ട് 500 ദാനം ചെയ്തു. അപ്പോ നബി തങ്ങളോട് വേണ്ട, അങ്ങനെ ചെയ്യാൻ. കുട്ടികൾ ബുദ്ധിമുട്ടാവൂലേ? ഓൽക്ക് പ്രയാസം വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇന്നൊന്നും അങ്ങനെയല്ല കേട്ടോ, തീരെ കൊടുക്കൂല. പേരക്കുട്ടികളൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളെ ചിലർ പറഞ്ഞമാർക്ക് ഈ കുട്ടി പേരക്കുട്ടിയൊക്കെ ഇവരെ കണ്ടൂടാ. എല്ലാവരും അല്ല കേട്ടോ, വലിയപ്പനെ മെയിൻ്റെ ചെയ്യാത്ത എത്രക്കാനും പേരക്കുട്ടികളുണ്ട്, മെയിൻ്റെ ചെയ്യുന്നില്ല. എന്നിട്ട് ഓൽക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഓട്ടോറിക്ഷയിലും കൂടിയും കയറാതെ നടന്ന് വയർത്തൊലിച്ച് പോയിക്കാണ്ട് അഭിമാനത്തോടെ കയറി പോകണ്ടേ തന്നെ. ഓട്ടോറിക്ഷയിലൊന്നും കയറൂല, ആ പൈസ ചെലവാകുന്ന എതിയാണ്ട്. എന്നിട്ട് അതൊക്കെ പാത്തിച്ചിക്കാണ് അവിടെ ഇവിടെ ആയിട്ട് എടുക്ക് ഈ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഓല കോലം ചേലൊക്കെ കാണണം, ഓല കാട്ടിക്കൂട്ടലൊക്കെ. ആ കബറിങ്ങ വന്നൊരു ഫാത്തിയോദാനം കൂടി ഒരു തയ്യാറാവും. എല്ലാവരും അല്ല, നമ്മള് അങ്ങനെ ആകാനും പാടില്ല, എന്നാല് ഓവറാകാനും പാടില്ല. അതുകൊണ്ടാണ് ഈ ആയത്തിൽ പറയുന്ന ഒരു ഉദ്ദേശം എന്താ അറിയോ? വലാ തുസ്രിഫു എന്ന് പറഞ്ഞാല് നിങ്ങൾ കൊയ്തെടുക്കുമ്പോ അതിന്റെ ഹക്ക് വീട്ടിയാൽ മതി, അതിര് വിട്ട് കൊടുക്കണ്ട. അതിര് വിട്ട് കൊടുക്കുമ്പോ എന്താ, കുടുംബം വിഷമിക്കുന്ന ഒരു അവസ്ഥ വരും. അതാണ് ഫുർഖാൻ സൂറത്തില് അല്ലാഹു തആല ആയത്തിൽ പറഞ്ഞില്ലേ, ആരാണ് യഥാർത്ഥ റഹ്മാനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ ആരാണെന്ന് ഖുർആൻ പറയുന്നത്? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ആരാണ് അള്ളാന്റെ യഥാർത്ഥ അടിമകൾ? അവരവരുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ അവരെന്ത് ചെയ്യൂല? ദുർവ്യയം നടത്തൂല, അതിര് വിട്ട് ചെലവഴിക്കൂല. വലം യഖ്തുറൂ, പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, രണ്ടിന്റെയും ഇടയിലുള്ള മധ്യനില സ്വീകരിക്കുന്നതാണ്. അതായത് ആ ചെലവാക്കലിൽ എല്ലാം പെട്ടുട്ടോ. നിർബന്ധമായത് പിന്നെ നിർബന്ധമായതിൽ ചുരുക്കാൻ പറ്റൂല, ആ അളവിന് എന്തായിരുന്നാലും കൊടുക്കണം. പിന്നെ ഈ സുന്നത്തായ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മിതമായ രൂപത്തിലാക്കണം എന്നാണ്. പിശുക്കും തീരെ കൊടുക്കാതൊക്കെ വേണ്ട, എന്നാ അതേ സമയത്ത് ഒന്നായിട്ടാണ് കൊടുത്തിട്ട് അങ്ങനെയും വേണ്ട. ഒരു മധ്യനില സ്വീകരിക്കണം. പ്രത്യേകിച്ച് ഫുർഖാൻ സൂറത്തിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഒരാൾ കുടുംബത്തിൽ ചെലവഴിക്കുമ്പോ മധ്യനില എന്തായിരുന്നാലും സ്വീകരിക്കണം എന്നാണ്. ഭാര്യക്കും മക്കൾക്കൊക്കെ ചെലവാക്കുമ്പോഴേ ഒരു മധ്യനില സ്വീകരിക്കണം എന്നാണ്. ഉണ്ടെങ്കിലും ഒന്നായിട്ട്. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ ഈ ആഴ്ചയുടെ ഡ്രസ്സ് എടുത്താണ്, അടുത്ത ആഴ്ച ഒരു കല്യാണത്തിന് കുടുംബത്തിൽ പോകാണ്ട് നമുക്ക് കഴിയും. അപ്പോൾ ഒരു പറയാണ് ഒരു പുതിയ ഡ്രസ്സ് എടുത്താലോ, ഡ്രസ് കോഡൊക്കെ ഉള്ള. അപ്പോൾ അപ്പടാ നമ്മളിപ്പോൾ ഈ ആഴ്ച എടുത്തില്ല, അത് പോരെ. നിങ്ങളോടല്ലപ്പാ നമുക്ക് പറയാം, നിങ്ങൾ മരിച്ചുള്ള അവസ്ഥയൊക്കെ ആലോചിച്ചാൽ നിങ്ങൾ എത്തിയും ആവൂലേ. വീണുപോയി അമ്മാതിരി ചക്കര വർത്താനം കേട്ടപ്പോൾ ഓവറാക്കരുത് എന്നുള്ളതാണ്. ഈ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോഴല്ല, ഡ്രസ്സിങ് അലമാരെന്ന് പരിശോധിച്ച് നോക്കി പെരയിൽ എത്രക്കാനും വസ്ത്രം ഉണ്ടാവും അറിയണം. 3000-നും 4000-നും 5000-നൊക്കെ ഈ മുത്തും കല്ലും വെച്ച ഡ്രസ്സ് വാങ്ങും. ഒരു കല്യാണത്തിന് പോയിട്ട് പിന്നെ ഒരു കല്യാണത്തിന് കുടുംബത്തേക്ക് പോകാൻ വിടൂല. കാരണം എന്താ അറിയോ, അത് ഇന്നാള് പോയപ്പോൾ കുഞ്ഞാമ്മ കണ്ടുക്കണു, ഇളയമ്മ കണ്ടുക്കണു, ഇമ്മ കണ്ടുക്കണു, മോള് കണ്ടുക്കണു പറഞ്ഞിട്ട് വിടൂല. ഇനി ഇതന്നെ ടച്ച് ആകെ ഒന്നേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നുന്നു.
എന്നതായിരിക്കും കൊടുക്കൂല, അടക്കും. എന്നാൽ പെരീന്നിടാൻ പറ്റുമോ? കിടക്കുമ്പോൾ അത് പറ്റില്ല, ആ കൊളുത്തി കളിച്ചുകൊണ്ടേ കാരണം അങ്ങനത്തെ. അത് എത്ര പൈസയാണല്ലേ, എത്ര പൈസയാണ് നമ്മൾ ചെലവാക്കേണ്ട അറിയുന്നത് ഈ വേസ്റ്റാക്കിയാണല്ലോ. അതുകൊണ്ട് തന്നെ വേറൊരു തട്ടിപ്പടക്കുന്നുണ്ട്. പിന്നെ അനാഥ ആലയത്തേക്കാണ്, മറ്റേ ആലയത്തേക്കാണെന്നൊക്കെ പറഞ്ഞാണ്ട് പഴയ ഡ്രസ്സ് ഉണ്ടോ വെച്ചുകൊണ്ട് അത് വൈമാറുണ്ടോന്നും കേൾക്കുന്നുണ്ട്. കണ്ടമാനം കൊണ്ടുപോയിക്കാണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ട് മറിച്ച് വെക്കുക. അതാണ് റോഡ് സൈഡിലൊക്കെ ചിലപ്പോൾ വെക്കേണ്ട വസ്ത്രം. എല്ലാം അങ്ങനെ അല്ല കേട്ടോ. നേരത്തെ കരുതരുതേ, ഇനി ഇപ്പം പോകുമ്പോഴത്തെ ഒരാൾ കണ്ടാലേ ഇവിടെ അവിടെ പറയണ്ട, എല്ലാം അങ്ങനെയല്ല. അപ്പൊ ഈ ദൂർത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഖുർആൻ ഒരു മോമിന്റെ അടയാളം പറയുന്നത് എന്താണ്? ഒരു മധ്യനില സ്വീകരിക്കണം എന്നാ. ഫുർഖാൻ സൂറത്തിന്റെ ആയത്തിന്റെ വിഷയത്തിൽ കാണാം, ദീനിന്റെ എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ അത് നോക്കരുത് എന്നാണ്. അവിടെ നന്നായി കൊടുക്കണം എന്നാണ്. ദീനിന്റെ ഒരു വിഷയം വരികയാണെങ്കിൽ അയാളോ സഹായിമാരൊക്കെ കൊടുത്തില്ലേ, ശ്രദ്ധിക്കുന്നവരും മുഴുവൻ കൊടുന്നില്ലേ? എന്താഞ്ഞുള്ളത് നിങ്ങൾക്ക് എന്താ ഉള്ളത് ചോദിച്ചു. അള്ളി റസൂലുണ്ട് കാരണം അല്ല തീരുമാനം. ഉമർദിയോധന പകുതിയായിട്ടും വന്നപ്പോഴാണ് അബൂബക്കർ മുഴുവനായിട്ടും വന്നത്. അപ്പൊ പ്രത്യേക സാഹചര്യമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ, അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും, അങ്ങനെ നമുക്ക് ചിലപ്പോൾ നല്ലോണം കൊടുക്കേണ്ടി വരും. അങ്ങനെ മുതലിന്റെ ഒരു ഭാഗം വിറ്റിട്ട് പള്ളി വലുതാക്കിയ ഒരാൾ എനിക്കറിയാം. മൂപ്പരൻ എന്നോട് പറഞ്ഞതിന് കാരണം ഉണ്ടായി ഉസ്താദേ, നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്ന അന്ന് 3 കാറ് വിറ്റത്തുണ്ട്, മക്കളാരും പരിയിലില്ല, എനിക്ക് വണ്ടി ഓടിക്കാനും കഴിയില്ല. ഞാനിട്ട് വയർത്തിട്ട് അവസാനം അയലോക്കാരനെ വിളിച്ചു, അവനൊരു ഓട്ടോറിക്ഷക്കാരനെ, ഓട്ടോറിക്ഷയിലാണ് പോയത് മഞ്ചേരിക്കാന്ന്. അന്ന് ഞാൻ മനസ്സിലാക്കി ഇതെത്തായി മുതൽ. അങ്ങനെ മൂപ്പര് വിറ്റ് കുറച്ച്. ഞാൻ എന്നോട് പറയാൻ കാരണം എന്താ വെച്ചാലേ, മഞ്ചേരിയാണ് പള്ളി, അതിന്റെ മാർബിൾ ഉണ്ടല്ലോ, നമ്മൾ വീടിനും കൂടി അത്ര നല്ല മാർബിൾ ഇടൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കാർപ്പറ്റ് ഇടുകയാണെങ്കിൽ എന്തിനാ ഈ മാർബിൾ അല്ലേ? പൊട്ടത്തരല്ല, ഈ കാർപ്പറ്റ് നമ്മൾ ഇടും ചെയ്യും. പിന്നെ ഏറ്റവും അത് വെറുതെട്ടോ, ഒരു ദൂർത്താണ്. നമ്മളൊക്കെ ഇനിയിപ്പോൾ പള്ളിൻ്റെ ഒക്കെ ഉത്തരവാദപ്പെട്ട ആളുകളെ കാരണം ഈ നമ്മളെന്തായിരുന്നാലും കാർപ്പറ്റൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ ഏറ്റവും നല്ല മാർബിളും ഏറ്റവും നല്ല പിന്നെ ഇതൊക്കെ ടൈൽസൊക്കെ എന്തിനാ? അത് ആരും കാണുന്നില്ലല്ലോ. ഇനി ഈ കാർപ്പറ്റിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടേണ്ട ഇതരക്കില്ല. അവിടെ ഈ പറയപ്പെട്ട പള്ളിയിൽ കാർപ്പറ്റ് ഇല്ല കേട്ടോ, ഇതൊന്ന് കണ്ടോട്ടെ എഴുതിയിട്ടേക്കാൾ എനിക്കുണ്ട്. അപ്പോൾ അയാൾ പറയാം, അത് വാങ്ങാനുള്ള കാരണം ഇതാണ്. ആർക്കും അറിയില്ല, പള്ളിക്കത്തെ ഉസ്താദിനും ആ കമ്മിറ്റിയിലെ ഉത്തരവാദപ്പെട്ട 1-2 ആൾക്കാർക്ക് അറിയുള്ളത് ചെയ്താണ്. അപ്പൊ ഞാൻ പറയേണ്ടത് എന്താ അറിയോ, ചിലതിൽ ഇത് ബാധകല്ല എന്നുള്ള, നമ്മൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതിൽ എത്രയും ആവാം എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. ഇനി ഇവിടെ നിങ്ങൾ പിന്നെ കൊയ്തെടുക്കുന്ന സമയത്ത് ബാധ്യത വീട്ടിക്കോളി വലാ തുസ്രിഫു എന്ന് പറഞ്ഞത് അത് ഭരണാധികാരികളോടാണ് എന്നാണ് അഭിപ്രായം. ഭരണാധികാരികൾക്ക് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഭരണാധികാരിയാണ് എഴുതിയിട്ട് ഒരാളെടുത്ത് ഉണ്ട് എന്ന് കരുതിയിട്ട് അയാളെടുത്തുനിന്ന് അതിര് വിട്ട് വാങ്ങാനൊന്നും പറ്റൂല, ആ ഹക്കേ വാങ്ങാൻ പറ്റുള്ളൂ. ഭരണാധികാരി ഭീഷണിപ്പെടുത്തിക്കാണ്ട് വാങ്ങാൻ പറ്റുമോ? ഒന്നായിട്ട് ഇല്ല. ഇത് പറയാൻ കാരണം ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹു തആല ഇങ്ങനെ ഇറക്കി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തൗബ സൂറത്തിലെ 103-ാമത്തെ ആയത്ത്, 203-ാമത്തെ പേജ്. ഓക്കെ, ആ ആയത്ത് ഇതിനോട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട് മഹാന്മാർ. തൗബ സൂറത്തിലെ 103-ാമത്തെ ആയത്ത്, 203-ാമത്തെ പേജ്. أعوذ بالله من الشيطان الرجيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. خذ. ഇത് ഈ ആയത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെടുത്ത് ഭരണം വന്നിട്ടുണ്ട്, ഇസ്ലാമിക ഭരണം. അല്ലാഹു പറയാണ്, ഖുദ് മിൻ അംവാലിഹിം സദഖ, ആ ധനികരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്തിന്റെ മുതലിനെ പിടിച്ചോളൂ നബിയേ. തുതഹിറുഹും വതുസക്കീഹിം, അത് അവർക്ക് വിശുദ്ധി നൽകുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യും.
ബിഹ, അതുകൊണ്ട് ആണ് കൊടുക്കണം, അപ്പോഴേ ആ സ്വത്തിൽ ഇത് കിട്ടുള്ളൂ. വസല്ലി അലൈഹിം, നബിയെ അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇന്ന സ്വലാതക സകനുൽ ലഹും, അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് അവർക്കൊരു സമാധാനമാണ്. അങ്ങയുടെ പ്രാർത്ഥന ആ ജനങ്ങൾക്കൊരു സമാധാനമാണ്. അങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു വിശാലമായി നൽകുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അവിടെ ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവിടെ സ്വദഖ ദാനം സാദാ ഹദിയല്ലത്, അവിടെ സ്വദഖ കൊണ്ട് ഉദ്ദേശിച്ചത് സക്കാത്താണ്. അതാണ് അവിടെ തുസക്കി എന്ന് പറയുന്നത്. സക്കാത്ത് കൊടുക്കുക വഴി അവർക്ക് അള്ളാഹു വലിയ വിശുദ്ധി നൽകുന്നതാണ്. സക്കാത്തിന് വിശുദ്ധി എന്നർത്ഥം. ഇതിറങ്ങിയപ്പോഴാണ് അള്ളാഹിന്റെ തിരുദൂതര് എന്ത് ചെയ്തത്, സക്കാത്തിന്റെ ഒക്കെ പിടിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് മദീനയുടെ ഒരു മല നിറയെ അടുത്ത മരമൊക്കം വരാൻ തുടങ്ങി ആടുകളുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരൊറ്റ ജമാഅത്ത് ഒഴിവാക്കാത്ത ആളായിരുന്നു. പിന്നെ മനസ്സിലാക്കിയത് ആളൊരു കപട വിശ്വാസിയായിരുന്നു. എല്ലാ ജമാഅത്തിനും സജീവമായിട്ടുണ്ടാവും. മൂപ്പര് നബി മുതലുമാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ആടിനെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ പിന്നെ മൂപ്പര് പിന്നെ ജമാഅത്തിനൊന്നും വരാതായി. വെള്ളിയാഴ്ച മാത്രം വന്നിരുന്നു. പിന്നെ വെള്ളിയാഴ്ചയും വരാതായി. ആ മലയുടെ താഴ്ഭാഗത്തിലൂടെ കച്ചവടത്തിന് പോകുന്ന പിന്നെ സ്വഹാബിമാരെ മൂപ്പര് തടഞ്ഞിർത്തിയാണ്ട് ചോദിക്കും, എല്ലാം എന്താ ഇപ്പൊ നാട്ടിലേക്ക് വർത്താനം, മുഹമ്മദ് നബിക്കൊക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ. തന്നെ ഇവർക്ക് വരാൻ കഴിയില്ല. അങ്ങനെ മൂപ്പരെല്ലാം മറന്നു. അപ്പോഴാണ് തൗബ സൂറത്തിലെ ഈ ആയത്തിറങ്ങിയത്, 103-ാമത്തെ ആയത്ത്. എന്ത് ഇങ്ങനെ സക്കാത്ത് പിടിച്ചോളിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു അറിയോ? ഇയാള് നബിയോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് മുതലുണ്ടായ ഞാൻ നല്ലോണം ചെലവാക്കും നബിയെ എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇയാൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കണ്ടാ നബി ഇന്നായിക്കോട്ടെ എന്നതുവായിരുന്നു. അങ്ങനെ മൂപ്പർക്ക് മുതലായപ്പോ പിന്നെ അപ്പോ ഈ ആയത്തിറങ്ങി, പോയിട്ട് സക്കാത്ത് പിടിച്ചോളിയായിരുന്നു. അപ്പോ ഇയാള് പിന്നെ കൊടുത്തില്ല, അത് തരാൻ പറ്റില്ല. 2 മല നിറച്ചിട്ടുണ്ട് ആടുകൾ. ഒരു മല നിറഞ്ഞ് മറ്റേ മരമൊക്കെ എത്തിയിട്ടുണ്ട്. മൂപ്പർക്ക് അവിടെ ടെന്റ് കെട്ടി കൂടിയിരിക്കാണ്, ഒഴിവില്ല പോരാൻ. അപ്പോ ഇയാൾ പറഞ്ഞു തരൂല. അതിൽ ഇവരിത് വന്ന് നബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു, ഇനി അയാളിത് വേണ്ട. അപ്പൊരായത്തിറങ്ങി. ആയത്തേതറിയോ? അതേ തൗബ സൂറത്തിൽ ഒരു ആയത്ത് അല്ലാഹു തആല ഇറക്കി. അത് 75-ാമത്തെ ആയത്താണ്, 199-ാം പേജിൽ. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ونكونن من الصالحين. അത് ഈ വ്യക്തികാരൻ ഇറങ്ങിയതാണ്. വമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ, ഒരുത്തൻ, ആഹദല്ലാഹ്, അവൻ അല്ലാഹുവോട് കരാർ ചെയ്തു, ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി, അല്ലാഹ് തന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് മുതൽ തരികയാണെങ്കിൽ, ലനസ്സദ്ദഖന്ന, ഞങ്ങൾ സ്വതക്ക ചെയ്യുക തന്നെ ചെയ്യും, വലനകൂനന്ന മിനസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ഫലമ്മാ ആതാഹും മിൻ ഫദ്ലി, അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തപ്പോ, ബഖിലൂ ബിഹി, അവര് പിശുക്കത്തനം കാണിച്ചു, ലുബ്ധത കാണിച്ചു അവർ. വതവല്ലവഹും മുഅ്രിദൂൻ, അവരതിനെ അവഗണിച്ച് പിന്തിരിഞ്ഞു പോയി. ഇതിനിറങ്ങിയപ്പോ ഇയാളെ ഒരു അയൽവാസി അവിടെ ഉണ്ടായിരുന്നു. ആള് വേഗം ഓടി ഈ സന്ദേശം കൊടുക്കാൻ. ഇയാളോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പറ്റി ആയത്തിറങ്ങിയിരിക്കുന്നു പറഞ്ഞു. കാരണം സംഗതി എന്തായിരുന്നാലും ഒരു ആയത്തിന് ഇറങ്ങുമ്പോൾ ഒരു ഉള്ളിൽ വലിയൊരു കാണലാ. അബൂലഹബ് അങ്ങനെയല്ലോ, ഇസ്ലാം സത്യല്ല, റസൂല് കള്ളനാണെന്നൊക്കെ നാഴികൾക്ക് 40 വട്ടം പറയുന്ന ഇയാളെ നരകത്തിലാണെന്ന് പേരെടുത്ത അല്ലാഹ് തബ്ബത്ത് സൂറത്തിനെ ഇറക്കിയപ്പോൾ അയാൾ പേടിച്ചല്ലോ, ഉള്ളു കാളി പോയി. പറയാനോ ഒരു പുറത്തേക്കൊക്കെ പറയുമെങ്കിൽ ഉള്ളിലൊരു വേദാണ്. അബൂജഹൽ ഭയങ്കര കത്തിയപ്പം വെടയൊക്കെ പൊട്ടിച്ചാലും ഉള്ളു പേടിയനും. അങ്ങനെയാണ്. എന്നപോലെ ഇയാളോട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം ഇനി പോക്കാട്ടോ, ഒച്ചയ്ക്ക് അന്നം ആയത്തിറങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അതിൽ അയാള് പിന്നെ എന്താ അറിയോ, ഉള്ളിൽ പേടി കിടന്നുകൂടി. അയാൾ വേഗം ആടുകളുടെ എണ്ണ എടുത്തു. ആടുകളുടെ എണ്ണ എടുത്തിട്ട് അതിന്റെ സക്കാത്ത് കണക്ക് കൂട്ടിയിട്ട് 40 ആടിന് ഒരാട് വേണം. അങ്ങനെയാണ് കണക്ക്. 40 ആടുണ്ടെങ്കിൽ ഒരാട് വേണം. പിന്നെ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ കണക്ക് കൂടി വരും. ഇയാൾ വേഗം ഇതിന്റെ ഒക്കെ പാടെ കണക്കെടുത്തിട്ട് നബിയുടെ അരികെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ തരട്ടോ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിത് വേണ്ട, അള്ളാന്റെ തീരുമാനമാണ്, എല്ലാവർക്കും പാടാകാനാണ്. അയാള് അവിടെ ഇരുന്നിട്ട് 2 കൈ കൊണ്ടും കയ്യിൽ പൂഴി വാരിയിട്ട് തലയിൽ കിട്ടും.
മൂപ്പരെ തലി അത് അറബികളുടെ സ്വഭാവേനും ഒക്കെ കഴിഞ്ഞുണ്ടത് പരാജയപ്പെട്ടു എന്നറിയിക്കാനാണ് എന്തുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അയാൾ തന്നെ മണ്ണ് വഴി തലയിട്ട് അയാൾ പോയി. പിന്നെ അയാൾ ദുഃഖിതനായിരുന്നു, സമാധാനമില്ലായിരുന്നു. നബിതങ്ങൾക്കായിട്ട് തിരിച്ചൊരു ഓർഡർ വന്നതുമില്ല. വഫാത്ത് വരെ അങ്ങനെ തുടർന്നു. സിദ്ദീഖ് എന്നവരുടെ കാലഘട്ടത്തിൽ ഇയാൾ വന്നു കണക്കൂട്ടി കാണും, ഞാൻ എല്ലാം തരാം, വേണ്ട നബിതങ്ങൾ സ്വീകരിക്കാത്ത എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം വളരെ സമ്പത്ത് കുറെ ഉണ്ടായിട്ട് എന്താ ഒരു സമാധാനമില്ല. പിന്നെ മൂപ്പര് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് വന്നു. ഉമർ റളിയല്ലാഹു പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ സ്വീകരിക്കില്ല. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മൂപ്പര് വന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലും 2 നേതാക്കന്മാരും സ്വീകരിക്കാത്ത ഞാൻ എങ്ങനെ സ്വീകരിക്കാം, വേണ്ട. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മൂപ്പര് കാഫിറായി മരിക്കുകയും ചെയ്തു. വളരെ മോശപ്പെട്ട മരണമാണ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തതെന്നാണ്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ പിടിച്ചോളിയും. അപ്പൊ ഭരണാധികാരികളോട് ഇസ്ലാമിക ഭരണമുള്ള ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ഭരണാധികാരി സക്കാത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ടാക്സും കാര്യങ്ങളൊക്കെ പിടിക്കേണ്ടത്, എന്നമാർക്ക് സക്കാത്ത് പിടിക്കാൻ ആളാക്കണം. നമുക്ക് ആ ഭരണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കേണ്ട വേണ്ട, അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഏൽപ്പിക്കാം, വക്കാലത്തായിട്ട് ഏൽപ്പിക്കാം, ഒരു സംഘത്തെ ഏൽപ്പിക്കാൻ പറ്റില്ല, ഒരാളെ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാം, അതിനെ പറ്റുള്ളൂ. എന്നാൽ അതിൽ ദുർവ്യയം വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കെട്ടുമ്പോഴല്ല, വലിയ വലിയ ആളുകൾക്ക് അവർക്കനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ സുബൈൻ്റെ ക്ലാസ് കഴിഞ്ഞ് ചായ അടിച്ചപ്പോഴേ എന്നോട് പറയാണ്, അയാൾ അവിടുത്തെ കുറച്ച് പൈസയുള്ള ആളാണ്, നമ്മൾ വരെ കരുതിയ ആളാണ്, അയാളെ വിഷമമായൊക്കെയല്ലേ അറിയുള്ളൂ. അപ്പോൾ അയാളോട് എന്നും ചായ എടുക്കാൻ ഞങ്ങളൊപ്പം ഒരാളുണ്ടായാലുണ്ട്. അപ്പോൾ അയാളെ മകളെ കല്യാണം തീരുമാനിച്ചു. അപ്പോൾ അയാൾ ആ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇയാൾ പറയണേ, ഓപ്പന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ കാര്യമായിട്ടൊന്ന് എന്നെ സഹായിക്കേണ്ടി വരും. എന്നിട്ട് ഇയാൾ എന്നോട് പറയാം, ഓൻ്റെ കണക്കിന് ഇപ്പം എൻ്റെ അടുത്ത് നല്ല ഉണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇയാൾ എന്നോട് ഞാൻ നില ഉറങ്ങിയിട്ടില്ല, കല്യാണം മറ്റോടത്താ. ഇയാൾ പറയണേ ഞാൻ നില ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓൻ എന്നെ കണ്ടിച്ച് കുത്തിരിക്കാണ്, ഓലത്രക്ക് ബന്ധങ്ങളാണ്. ഞാൻ പറയേണ്ടത് എന്തറിയോ, നമ്മൾ സ്റ്റാൻഡിൽ പോകുമ്പോൾ അങ്ങനെ തന്നെ വായനാണ് നമ്മൾ ഇത് വരക്കേണ്ടത്. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നബി ഇത് വരുന്നത്. കാരണം നമ്മൾ ആശ്രയിക്കേണ്ട പോലെ ഉണ്ടാവും, ഓരെ നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല. ആ വലിയവർക്ക് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അതൊക്കെ വെച്ചിട്ടാണ് അള്ളാഹ് പറയേണ്ടത്. അതിൽ വിട്ടു ദുർവ്യയം വേണ്ട. നിങ്ങൾ ആ ഹക്ക് കൊടുത്തല്ലേ അനന്തരാവകാശികൾക്ക്. പിന്നെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു നബിന്റെ പ്രവാചകനായിരുന്നു, ഖതീബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂപ്പര് അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നബി തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നല്ല പറയേണ്ട ആളാണ് മൂപ്പര്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂന എന്നുള്ള. അപ്പോൾ മൂപ്പരൊന്നും നല്ല ഉഷാറായതാണ്. 500 ഈന്തപ്പനയാണ് കൊടുത്തു. അവ കുട്ടികൾ വഴിയാതാരായി. അത് പാടില്ല. ഒരു സ്വഹാബി നബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഇതിന്റെ കുട്ടിയാണ്, എന്റെ മുതലൊക്കെ അവന്റെ പേരിൽ എഴുതിയെന്ന് പറഞ്ഞില്ലേ. നബി ചോദിച്ചു, നിങ്ങൾക്ക് വേറെ കുട്ടികളെ ജയിച്ചിട്ടുണ്ട്, എന്നാൽ തിരിച്ചു വാങ്ങിയാണ് ഞാൻ ചെയ്യാൻ കേട്ടോ. അത് വിവേചനാണ്. അപ്പൊ നമ്മൾ അതുള്ള വസിയത്ത് പോലും നോക്കി നിങ്ങൾ നമുക്ക് വസിയത്ത് ചെയ്യാം, ഭയങ്കര പുണ്യാണ്. പക്ഷെ മുതലിന്റെ 3-1 ഏറ്റുള്ളൂ, 3-1 വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ പുണ്യം. അത് ശരിക്ക് പ്രകൃതി അതാണ്. അതെല്ലാം പരിഗണിക്കുന്നുണ്ട്. ബന്ധുക്കൾക്കും മക്കൾക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പ്രയാസങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അതുള്ള പെൺകുട്ടികൾ മാത്രമേ എന്നാൾ പറഞ്ഞില്ലേ, ഒരാൾക്ക് പെൺകുട്ടികൾ മാത്രമായാലും എന്താണ് മുതലിൽ അയാളെ സഹോദരങ്ങൾക്കൊക്കെ ഒരു വീതം പോകാൻ കാരണം എന്താ, പെൺകുട്ടികളല്ലേ, അവർക്ക് ആങ്ങളമാരുണ്ടാവില്ലല്ലോ. പിന്നെ ഇവരാണ് നോക്കേണ്ടത്, അവർക്ക് അവരോടൊരു അനുകമ്പ വരണം. അതിന് മനഃശാസ്ത്രപരമായൊരു സമീപനാണ്. കൂട്ടിക്കെട്ടാണ്, ബന്ധങ്ങൾ മുറിയാതിരിക്കാനാണ്. പക്ഷെ അധികം ആൾക്കാരെന്താ ചെയ്യുക, അത് ആ കുട്ടിയാൾക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറയലാണ്. അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണുണ്ടെന്നു. വാപ്പ ജീവിച്ചിരിക്കാൻ മകന്റെ കുട്ടിയാൾക്ക് ഇതില്ലാർന്ന മാനദണ്ഡം വെച്ചതാണ്. പക്ഷെ നല്ല മനുഷ്യന്മാരെന്താ ചെയ്യുക, മട്ടം പോലെ കൊടുക്കും. അവിടെയൊക്കെ നമ്മള് ഷറിൽ അങ്ങനെ പറഞ്ഞാൽ അതിനൊക്കെ ശരിക്കും ഉച്ചരിക്കും. വേറുള്ളടത്തൊന്നും ഷറ് കാണില്ല. അവിടെ ഷറ് ഇങ്ങനെയല്ലേ പറയണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് ഉസ്താദിന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മസാല. അല്ല, അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റേ കാര്യം. അത് നമ്മൾ നിയമം പറയുമ്പോൾ അതിനൊരു മാനദണ്ഡം വെക്കാൻ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. മയ്യത്തിനോട് ഏറ്റവും അടുത്തവരുണ്ടാകുമ്പോൾ അകന്നവർക്കില്ല എന്നുള്ള മസാല വെച്ചിട്ടാണ് മക്കളുണ്ടാവുമ്പോൾ മക്കൾക്കില്ല. അപ്പൊ അതിനിടയിൽ മരിച്ചാൽ അങ്ങനെ വരേണ്ടതാണ്. പക്ഷെ അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന വേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ എല്ലാം പരിഗണിച്ചിട്ടാണ്. നമ്മൾ പോയതിന് ശേഷം പ്രളയം എന്നുള്ളൊരു നിലപാട് പാടില്ലല്ലോ, എല്ലാം റാഹത്തായിട്ട് പോണല്ലോ. നമ്മളൊക്കെ വല്യപ്പാരൊക്കെ നല്ല മനസ്സ് വെച്ചോണ്ടല്ലേ ഇതൊക്കെ നടക്കേണ്ടത്. ആലോചിച്ച് നോക്കുങ്ങൾ. അല്ലാതെ ഒക്കെ അവനാന്റെ കാര്യം മാത്രമായിരുന്നെങ്കിൽ ഒരു സംഗതി നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ കാര്യമായിട്ട് പറയാണ്. പന്തലിലുണ്ടായതും അല്ലാത്തുണ്ടായതും പിന്നെ നല്ല സദൃശമായ പഴങ്ങളും പച്ചക്കറികളും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, നിങ്ങൾ തിന്നോളിയായിന്ന്. ഇനി അത് മൂപ്പത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് കൊയ്തെടുത്തോളൂ. പക്ഷേ എന്നിട്ട് അതിന്റെ ഹക്ക് ഞങ്ങൾ കൊടുക്കും വേണം. വലാ തുസ്രിഫൂ, ദുർവ്യയം പാടില്ല. ഇനി ഈ വലാ തുസ്രിഫു എന്നുള്ളത് വേറുള്ളടത്തും ബാധകമാണ് എന്നുള്ളത് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അമിതമായിട്ട് പാടില്ല. അതുപോലെ സക്കാത്തും മറ്റൊന്നും അല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, ഈ അമിതമായ ചെലവഴിക്കല്, നമ്മൾ പറയല്ലോ ആഡംബരം അത്യാവശ്യത്തിന് വേണം, ഓരോ കാലോചിതമായി വേണ്ടി വരും. പക്ഷേ ഒരു ഉപകാരമില്ലാതെ, വെറുതെ ഒരു ഉപകാരമില്ലാതെ ദുന്യാവിലും ആഖിറത്തിലും യാതൊരു കാര്യമില്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ട്. അതിനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, പണം വാരി വതറും. അതുണ്ടാകരുത്, അത് പിന്നീട് സങ്കടത്തിന് കാരണമാവും. പ്രത്യേകിച്ച് നമ്മളെ മക്കളിലൊക്കെ അത് ശ്രദ്ധിക്കണമെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതിനൊരുപാട് മനഃശാസ്ത്രപരമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളതിലുണ്ട്. ഓവറാക്കി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. അതാണ് ചിലര് ഭ്രാന്താകുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും ഒക്കെ അങ്ങനെയാണ്. പിന്നെ പിടിച്ചെടുക്കാൻ കഴിയില്ല. എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് ഇവർക്ക് വേണമെങ്കിൽ, അതാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പിതാക്കൾക്ക് നല്ല മുതലുണ്ടായിട്ട് മക്കള് ജോലിക്കോകാതെ വെറുതെ ഇരിക്കുന്നവരെ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിൽ നിർബന്ധാക്കി അവർ ജോലിക്കോണം. പൈസക്ക് വില ഉണ്ടാവില്ല. അത് പനോട് വെച്ചാൽ മതിയല്ലോ. മാത്രമല്ല ഇങ്ങനെ ഒരു പണി ഇല്ല എന്നുണ്ടെങ്കിൽ പല അലമ്പും ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ തന്നെയുള്ളോ. ഇവിടുത്തെ ചായക്കാനെല്ലാം കുടിച്ചാണ് ഇച്ചെടുക്കാൻ ഞാൻ അങ്ങടിക്കാണ്. എന്നിട്ട് ആ ക്ലബിൽ പോയി അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെയുള്ള ഈ ഫിത്നകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നേരെ മറിച്ച് നോക്കി, നിങ്ങൾ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പകലന്തിയോളം ജോലിയാണെങ്കിൽ പിന്നെ രാത്രി വല്ലാതെ ഒന്നവന് കടക്കപ്പായിട്ടിയ കടക്കാൻ വല്ലാത്ത പൂതിയേക്കാരം. അനുഗ്രഹങ്ങൾ സുമ്മലത്തുസ്അലുന്ന യൗമൈദിൻ അനിന്നഴി എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അള്ളാഹ് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ലദ്ദത്തുൻ നൗം, ഉറക്കിന്റെ രസം. അതിന് അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെന്നാണ്. അറിയോ, ഉറക്ക് എന്നുള്ളത് അത് അള്ളാഹ് നൽകുന്ന വല്ലാത്തൊരു അനുഭൂതിയാണ്. അതിന് അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുന്നാണ് പറയേണ്ടത്. തക്കാസുർ സൂറത്തിന്റെ തഫ്സീറാണ്. പക്ഷെ ഒരു പണിക്കും പോകാൻ ഞാൻ രാവിലെ ചാടിച്ചുകൊണ്ടെന്ന് കിടക്കും. ഇനി 10 മണിക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുണ്ട് നീശാണ്ട് എന്തെങ്കിലും തിന്ന് പിന്നെയും കടന്നു. ഉച്ചക്ക് ചോറുന്ന ഉച്ചക്ക് എന്തായാലും കിടക്കണം എന്നുള്ളതായി. പിന്നെ ഇങ്ങോട്ടോ പറയാം രാത്രി ഉറക്കില്ല. ഇങ്ങോട്ട് രാത്രി ആകേണ്ട തന്നെ വെറുപ്പ്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കുന്നില്ല. ഇതിന്റെ കോട്ട തീർന്നില്ലേ, ഇങ്ങനെ ഉറങ്ങുന്ന. അപ്പൊ അതിന് രസമല്ല. എന്നാൽ നേരെ മറിച്ചാലോചിച്ചി നേരം വെളുത്ത സജീവായി പ്രഭാതത്തിൽ ഇപ്പം ജോലിക്ക് പോയി പല ജോലികളേക്കരം വൈകുന്നേരമായപ്പോഴത്തേനാകെ ക്ഷീണിച്ചു ഒക്കെ വന്ന് ചിലപ്പോൾ ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങിയാലും വേഗം പോകും. കാരണം എന്താ, കണ്ണിങ്ങനെ പോവുകയാണെന്നൊക്കെ പറയും. ആ ഉറക്കിന് എന്ത് രസമാണ്. അപ്പോഴേ രസമുള്ളല്ലോ. അപ്പൊ പിന്നെ ഇവനെ എവിടെയാണ് തെറ്റ് ചെയ്യാൻ ഇത് സൗകര്യം എവിടെ, പിന്നെ സമയം എവിടെ? അതാണ് ഉമർ റളിയല്ലാഹു അൻഹു കണിശമാക്കിയത്. ജോലി കൊടുക്കും, പണി വെക്കാതെ നിൽക്കരുത്. എന്താ ഈ അറബികളുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയിലൊക്കെ വെറുതെ ഇരിക്കുകയുള്ള അവിടെ. കാരണം ഗവൺമെന്റിനെതിരെ തിരിയോന്ന് പേടിയുണ്ടോൽക്ക് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ പല കുത്തിരിപ്പുണ്ടാവും. അങ്ങനെയാണ് ചിലപ്പോൾ മുല്ലപ്പൂ വിപ്ലവമൊക്കെ ഉണ്ടാകുക. ഭരണാധികാരികൾക്ക് ബേജാറാണ്. ജോലിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഉമർ റളിയല്ലാഹു അൻഹു നല്ല സന്ദേശമാണ് നൽകിയത്. അപ്പൊ അതും നമ്മളെ കുട്ടിയാൾക്ക് ഒരു അധ്വാനശീലം ഉണ്ടാക്കാൻ ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന കാര്യമാണെന്ന് അർത്ഥം. അള്ളാഹു അവസാനം പറയാണ്, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു തആല അമിത വ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ആവശ്യത്തിന് അത് മർമ്മം പറഞ്ഞ് നമ്മൾ ചെയ്യും വേണം എന്നുള്ളതാണ് പഠിപ്പിച്ചതിന്റെ സാരം എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالوا ما في بطون هذه الأنعام خالصة لذكورنا. അവർ പറഞ്ഞു, നമ്മുടെ ഈ നാൽക്കാലി മൃഗങ്ങളുടെ വയറ്റിലുള്ള ജീവി അത് ഞങ്ങൾ ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. വമുഹറമുൻ അലാ അസ്വാജിനാ, അത് ഞങ്ങളുടെ ഭാര്യമാർക്ക് നിഷിദ്ധമാണ്. വഇയകും മൈതതൻ ഫഹും ഫീഹി ശുറകാ. ഇനി അത് ജീവനില്ലാത്തതാണെങ്കിൽ അതിൽ രണ്ടു കൂട്ടരും ഒരുപോലെ പങ്കാളികളാണ്. സയജ്സീഹിം വസ്ഫഹും,
ഇവർ ഈ വിശദീകരിക്കുന്നതിന് അവർക്ക് വഴിയേ അല്ലാഹു പ്രതിഫലം നൽകും. ഇന്നഹു ഹകീമുൻ അലീം. അല്ലാഹു തആല യുക്തിമാനും അറിവുള്ളവനുമാണ്. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും. സ്വന്തം മക്കളെ വധിച്ചു കളഞ്ഞവർ നിശ്ചയം അവർ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. സഫഹം ബിഗൈരി ഇൽം. ഒരറിവുമില്ലാത്ത മൗഢ്യമാണ് അവർ ചെയ്യുന്നത്. വഹറമൂ മാ റസഖഹുമുല്ലാഹ്. അല്ലാഹു അവർക്ക് നൽകിയതിനെ അവർ നിഷിദ്ധമാക്കി. ഇഫ്തിറാഅൻ അലല്ലാഹ്. അവർ അല്ലാഹുവിന്റെ മേൽ വ്യാജം നിർമ്മിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഖദ് ളല്ലൂ. അവർ സ്വയം പഴച്ചവരാണ്, മാർഗഭ്രംശം സംഭവിച്ചവരാണ്. വമാ കാനൂ മുഹ്തദീൻ. അവർ നിർമാർഗം പ്രാപിക്കുന്നവരല്ല. വഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാത്. പന്തലുകളുള്ള തോട്ടങ്ങളെ നിർമ്മിച്ചവൻ, ഉണ്ടാക്കിയതവനാണ്. വഗൈറ മഅറൂശാത്. പന്തലുകളില്ലാത്ത തോട്ടങ്ങളെയും വന്നഖ്ല വസ്സർ. ഈന്തപ്പനയെയും കൃഷികളെയും മുഖ്തലിഫൻ ഉക്ലുഹു. അതിന്റെ രുചി വ്യത്യസ്തമായത്. വസ്സൈതൂന വറുമ്മാന മുതശാബിഹൻ വഗൈറ മുതശാബിഹ്. സദൃശമായതും അല്ലാത്തതുമായ ഒലീവിനെയും റുമ്മാനിനെയും സൃഷ്ടിച്ചതവനാണ്. കുലൂ മിൻ സമരി ഇദാ അസ്മറ. അങ്ങനെ അത് പഴമായി അത് പാകമായാൽ നിങ്ങൾ അതിൽ നിന്ന് തിന്നോളൂ. വആതൂ ഹഖഹു. അതിന്റെ ആ വിഹിതത്തെ നിങ്ങൾ കൊടുത്ത് വീട്ടിക്കോളൂ. യൗമ ഹസ്വാദിഹി. അത് കൊയ്തെടുക്കുന്ന ദിവസം. വലാ തുസ്രിഫു. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ മാ ഫീ ബുതൂനി ഹാദിഹിൽ ഖാലിസത്തുൻ ലിദുകൂരിനാ വമുഹറമുൻ അലാ അസ്വാജിനാ വഇൻ യകും മൈതതൻ ഫഹും ഫീഹി ശുറകാ സയജ്സീഹിം വസ്ഫഹും ഇന്നഹു ഹകീമുൻ അലീം. ഖദ് ഖസിറല്ലദീന ഖതലൂ ഔലാദഹും സഫഹം ബിഗൈരി ഇൽമിൻ വഹറമൂ മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ്. ഖദ് ളല്ലൂ വമാ കാനൂ മുഹ്തദീൻ. വഹുവല്ലദീ അൻശഅ ജന്നാതിൻ മഅറൂശാതിൻ വഗൈറ മഅറൂശാതിൻ والنخل والزرع مختلفا أكله والزيتون والرمان متشابها وغير متشابه كلوا من ثمره إذا أثمر وآتوا حقه يوم حصاده ولا تسرفوا إنه لا يحب المسرفين. صدق الله العلي العظيم.